കേരളീയ മുസ്ലിം സമൂഹത്തിൽ എൻ്റെ അന്തർധാരയായിട്ട് കിടക്കുന്നത് ഷീയിസമാണ്. സുന്നികൾ ചെയ്യുന്നത് മുഴുവനും അനിസ്ലാമികമാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ പടച്ചവനും നബിയും പിന്നെ ഈ കെ മൗലവി മാത്രമേ ഉള്ളൂ എന്നുള്ള മട്ടിലേക്ക് ചുരുക്കിക്കൊണ്ടാകും. ഇവർ പറയുന്ന നവോത്ഥാനം തുടങ്ങിയിട്ട് ആദ്യത്തെ നിരോധനം ഇവരുടെ ഭാഗത്ത് നിന്ന് വരുന്നതിനാണ് മൗലൂദ്, മാലപ്പാട്ടുകൾ, പടപ്പാട്ടുകൾ തുടങ്ങിയ സാധനങ്ങൾ, നേർച്ചകൾ, ഈ സാധനങ്ങൾ നിരോധിക്കും. നേർച്ചകൾ വളരെ പ്രധാനപ്പെട്ട മലപ്പുറം നേർച്ച അടക്കമുള്ള നേർച്ചകൾ ബ്രിട്ടീഷുകാർ ആ കാലത്ത് ചെയ്തത് ഇതേ സാധനമാണ്. നമസ്കാരം. നമ്മൾ ഈ ഇങ്ങനെ സീരീസ് ഞാൻ അങ്ങനെ കുറേ ആയിട്ട് സീരീസുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് മുസ്ലിം കമ്മ്യൂണിറ്റിയെ അടുത്തറിയുക എന്നുള്ളതാണ്. അപ്പം ഞാനൊക്കെ ചെറിയ കുട്ടിയാകുമ്പോൾ APK അതിൻ്റെ പ്രശ്നങ്ങൾ, മുജാഹിദ് സംവാദങ്ങൾ, അതിൻ്റെ അപ്പുറത്തേക്ക് മുസ്ലിം ഗ്രൂപ്പുകളിലെ ഒരു മൈക്രോ അനാലിസിസ് ഇതുവരെ കേരളത്തിൽ ആരും നടത്തിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ വലിയ APക്കാരാണ്, ഞങ്ങൾ ഈക്കക്കാരാണ്, മുജാഹിദാണ്, ഇങ്ങനെയുള്ള ഒരു അതിൻ്റെ അപ്പുറത്തേക്ക് പലതും ഉണ്ട് ഇതിനകത്ത്. അങ്ങനെ ഒരു പഠനം ഇവിടെ സർക്കാർ തലത്തിലോ മുസ്ലിം സംഘടനകളോ നടത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ ഷിയാക്കളെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുമല്ലോ, കേരളത്തിൽ ഷിയാക്കളുണ്ടോ, പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ഇറാൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ. അപ്പം ഞാൻ PT നാസർ എന്ന് പറയുന്ന ഒരാളെ ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നതും കേൾക്കുന്നതും കേരളത്തിലൊരു പ്രഖ്യാപിത ഷിയ എന്ന രീതിയിലാണ്. പ്രഖ്യാപിത ഷിയ അപ്പം അങ്ങനെ വേറെ ആരും പറയണേ ഞാൻ കേട്ടിട്ടില്ല. ഇവിടെ അഹമ്മദിയ മുസ്ലിങ്ങൾക്ക് വരെ 50 പള്ളിയുണ്ട്. പക്ഷെ ഷിയ എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നം എപ്പോഴും ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരാൾ പറയുന്നുണ്ട് ഞാൻ ഷിയാണടാ, ആരാടാ എന്നൊക്കെ ചോദിക്കുന്ന ഒരു ലെവലിൽ ഒരാൾ ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു കൗതുകത്തോടെയാണ് ഞാൻ PT നാസറിനെ കാണാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് ഇപ്പോൾ ഷിയായിസം എങ്ങനെയാണ് നിങ്ങൾ ഷിയ എന്ന് പറയുന്നത്, എന്താണ് അതിൻ്റെ ഒരു ചരിത്രം, അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള നമ്മളൊരു ഓപ്പൺ ഡിസ്കഷൻ. നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറയാം. നമ്മൾ രണ്ടുപേരും അതിലൊരു ഭയങ്കര എക്സ്പേർട്ടുകളൊന്നും അല്ല എന്ന് എനിക്കറിയാം. പക്ഷെ ഇതിൻ്റെ ഒരു ചരിത്രം നിങ്ങൾക്ക് പറയാമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു അക്കീദയും ഒന്നും നമ്മൾ പറയണ്ട. ഇതിൻ്റെ ഒരു ചരിത്രം എന്ന രീതിയിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം, എങ്ങനെയാണ് നിങ്ങൾ ഷിയ ആണത്? അങ്ങനെ ഉണ്ടല്ലോ. ഇതിൽ 2 പ്രശ്നമുണ്ട്. ഒന്ന് നേരത്തെ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഈ കേരളത്തിലെ മുസ്ലിങ്ങൾ എന്നുള്ളത്. അത് സത്യം പറഞ്ഞാൽ ഞാനത് പുറത്ത് പറഞ്ഞില്ല, ഞാനത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. എനിക്ക് അങ്ങനത്തെ ഒരു പുസ്തകത്തിൻ്റെ താല്പര്യമുണ്ട്. ഇതന്നെ ഈ പേരിൽ തന്നെ കേരളത്തിലെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കാരണത്തിൽ നമ്മളിപ്പോൾ മലബാറിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു പ്രശ്നമുണ്ട്. മലബാറിൽ മുസ്ലിം രാഷ്ട്രീയം പറയുമ്പോൾ മുസ്ലിം ലീഗ് മാത്രമേ പറയുള്ളൂ. മലബാറിൽ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന സുന്നികൾക്കിടയിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ, ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് അതിലെ 2 ഗ്രൂപ്പുകൾ മുജാഹിദ്, ജമാഅത്ത് അതിൽ തീരും. അതേ സമയത്ത് ഇവിടുന്ന് അങ്ങോട്ട് കണ്ണൂരിലേക്ക് പോയാൽ അവിടെ അഹ്ലുൽ ഖുർആൻ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പും അവർക്ക് മാത്രമുള്ള ഒരു പള്ളിയും, അതിൽ ഒരു മഹലിൽ മാത്രം പള്ളിയുള്ളൊരു ഗ്രൂപ്പും. തെക്കോട്ടങ്ങോട്ട് പോയാൽ ഒരുപാട് തരം ഇതുകളുണ്ട്. ഇപ്പം തെരീക്കത്തുകൾ മാത്രമല്ല പറയുന്നത്, അല്ലാണ്ട് തന്നെ വിവിധ തരം. അപ്പം സമസ്തയിൽ തന്നെ ഏതാണ്ട് ഇതിൻ്റെ മുമ്പ് വന്നപ്പം നമുക്കറിയാവുന്നത് ആകെ 3 എണ്ണം ഉള്ളൂ. കുറച്ച് ആൾക്കാർക്കെങ്കിലും മലബാറിൽ 4 എണ്ണം അറിയാം. അപ്പം സംസ്ഥാന ദക്ഷിണ എന്ന സംസ്ഥാനം വരുന്നതിന് തൊട്ട് മുമ്പ് മുസ്ലിം ലീഗ് സമസ്തയിൽ ആദ്യം ഉണ്ടായുള്ള പലർപ്പിൽ ഇവിടെ കേരളത്തിൽ ഉണ്ടാകുന്നത് അഖില കേരള ജമിയത്തുൽ ഉലമ. അഖിലയുണ്ട്, അഖില എന്നായിരുന്നു അതിനെപ്പറ്റി പറയുന്നത്. അഖില കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ സംസ്ഥാനം വരുന്നത്. അഖിലയും സംസ്ഥാനമൊക്കെ വരാനുള്ള പിളർപ്പിന് കാരണമായ സംഗതിയിലൊക്കെ കടക്കുമ്പോൾ ഭയങ്കര രസകരമായിട്ടുള്ള ഒരു ചരിത്രം കൊണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു താല്പര്യമുണ്ട്. ഇങ്ങനെ കേരളത്തിലെ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെ ഒരു പഠനം നടന്നിട്ടില്ല, ഗൗരവമായിട്ട് എന്തൊക്കെയാണ് ഇതിലത്തെ അവാന്തര വിഭാഗങ്ങൾ, ആരൊക്കെയാണ് കേരളത്തിലുള്ളത്, ആരൊക്കെയാണ് അതിൻ്റെ സംഘടനകളോ അല്ലെങ്കിൽ നേതാക്കളോ ആസ്ഥാനങ്ങളോ, അങ്ങനെ അവരുടെ വ്യത്യാസങ്ങൾ, അതൊരു താല്പര്യമുള്ള സാധനം. കുറേ വർക്ക് ചെയ്യേണ്ട ഒരു സാധനമാണ്. ഞാനതിങ്ങനെ ചെയ്തു വരുന്നുണ്ട്. പിന്നെ പലരും പോയി കാണുന്നുണ്ട്. ഒരു പിക്ടോറിയൽ സാധനം ഞാൻ ചെയ്യാം, അതിൻ്റെ ഒരു ടെക്സ്റ്റ് സാധനം. അപ്പോൾ അതിൽ ഒന്നതാണ്. പിന്നെ ഷീയിസം എന്ന് പറഞ്ഞൊരു സാധനം, അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പുതിയതോ ഇപ്പം ഇങ്ങനെ എങ്ങനെയെങ്കിലും ഉണ്ടായി വരുന്നതോ ഒന്നുമല്ല സംഗതി. അത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം കേരളീയ മുസ്ലിം സമൂഹത്തിൽ എൻ്റെ അന്തർധാരയായിട്ട് കിടക്കുന്നത് ഷീയിസമാണ്. അത് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്ന സാധനം ഇതിൽ അത് നമുക്ക് എവിടെ നോക്കിയാലും കാണാം. അതുകൊണ്ടാണ് ഈ 2 ആരോപണങ്ങൾ ഇവിടെ വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്നാണ് തോന്നുന്നത്. അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ 2 ആരോപണങ്ങൾ വരുന്നത്, ഒന്ന് വഹാബി പക്ഷത്ത് നിന്ന്, മുജാഹിദ് പക്ഷത്ത് നിന്ന് അടുത്ത കാലത്ത് കേരളത്തിലെ പരമ്പരാഗത മുസ്ലിങ്ങളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ കേരളത്തിലെ നമ്മൾ യാഥാസ്ഥിക മുസ്ലിങ്ങളെന്നും പരമ്പരാഗത മുസ്ലിങ്ങളെന്ന് പറയുന്ന കേരളത്തിലെ സുന്നികളെ സംബന്ധിച്ച് അവർ പറയുന്ന ഒരു സാധനം, വഹാബികൾ പറയുന്ന ഒരു സാധനം, കേരളത്തിലെ സുന്നികൾ ഷിയാക്കളാണെന്ന്. ഇവർക്ക് മുഴുവൻ ഷിയ സ്വാധീനമാണ്, മുഴുവൻ ഇവരുടെ എല്ലാ സ്വഭാവങ്ങളും ഷിയായിസമാണ് എന്ന് പറയുന്നു. ഒന്നത്. 2, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സ്ഥാപക പ്രസിഡന്റ്
വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഷിയ ആണെന്ന് ചിലപ്പോഴൊക്കെ ഇവർ ആരോപിക്കും. ആര് വഹാബി ഗ്രൂപ്പ്? വഹാബികൾ ആരോപിക്കുന്നുണ്ട്, പല തവണ അവർ ആരോപിക്കുന്നുണ്ട്. അതിനും കാരണമുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഞാൻ കുറച്ച് ആയിട്ട് പോയിരുന്നു മനസ്സിലാക്കാൻ വേണ്ടി മാത്രം, ഇതിൻ്റെ ഒരു ചരിത്രം അറിയാൻ തന്നെ പോയിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പിന്നെ ഈ ചരിത്രത്തിലേക്ക് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഏതാണ്ട് 1921 ശരിക്കും പറഞ്ഞാൽ 21 മലബാർ കലാപത്തിന് ശേഷമാണല്ലോ പുതിയ സംഘടനകളും സാധനങ്ങളൊക്കെ വരുന്നത്. കലാപം ഇവിടെ ഉണ്ടാകുമ്പോഴാണ് ഈ ഖിലാഫത്ത് കമ്മിറ്റിയുടെ നേതാവായിട്ട് ഇവിടെ ഉണ്ടാവുകയും മലബാറിൽ ഇവിടെ രംഗത്തുണ്ടാവുകയും, എന്നിട്ട് ആദ്യം തന്നെ ഈ ഖിലാഫത്ത് പ്രസ്ഥാനം അങ്ങനെ ചൂടായി വരുന്ന സമയത്ത് മലബാറിൽ ഏറനാട് വള്ളുവനാട് താലൂക്കുകളിൽ പ്രസംഗിക്കാൻ പാടില്ല എന്ന് ബ്രിട്ടീഷ് കലക്ടർ ഉത്തരവ് പുറപ്പെടുവിക്കുന്ന 10 നേതാക്കളിൽ ഒരാളായിരുന്നു പിന്നെ തയ്യിൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ. മൂപ്പര് കലാപം തുടങ്ങിയ സമയത്ത് ഇവിടുന്ന് കലാപം തുടങ്ങി എല്ലാവരും അതിൻ്റെ ഏർപ്പാടുകളിൽ മുങ്ങിക്കിടന്നപ്പോൾ പിന്നെ അലി മുസ്ലിയാർ ഒരു ഭാഗത്തും കുഞ്ഞഹമ്മദ് ഹാജി വേറൊരു ഭാഗത്തൊക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പിന്നെ ഇതിൻ്റെ ഒരു ആക്ടിവിറ്റീസിലേക്ക് അങ്ങോട്ട് കടന്നപ്പം മൂപ്പര് ഇവിടുന്ന് പുറത്ത് കടന്നിട്ട് പിന്നെ കൊച്ചി രാജ്യത്ത് പോയിട്ട് ഒളിവിൽ എന്ന് പറയാൻ പറ്റില്ല, മൂപ്പര് നാണം കടത്തലാന്ന് വിചാരിക്കും. എന്തായാലും ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് അവിടെ അളിയന്മാരുടെ സഹായത്തോട് കൂടിയിട്ട് അവർ സുരക്ഷിതമായിട്ട് കലാപം തീരുന്നവരെ 1934 വരെ അവിടെ താമസിക്കുകയാണ് ചെയ്തത് ഈ തയ്യിൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ. അത് കഴിഞ്ഞിട്ട് മൂപ്പര് തിരിച്ചു വരുന്നത് കെ എം മൗലവി എന്നുള്ള പേരിൽ ആണ് പിന്നെ മൂപ്പര് തിരിച്ചു. ഇതാണ് ഈ കെ എം മൗലവി. ഈ കെ എം മൗലവി ഇവിടുന്ന് പോയി, ഇവിടെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ഭാരവാഹിയായിരുന്നു മൂപ്പര്, കോൺഗ്രസിൻ്റെ ഭാരവാഹിയായിരുന്നു. എന്നിട്ട് മൂപ്പര് അവിടെ പോയിട്ട് മൂപ്പര് അവിടെ പോയിട്ട് ഈ പിന്നെ കൊച്ചി രാജ്യത്തിൽപ്പെട്ട കൊടുങ്ങല്ലൂരിൻ്റെ തൊട്ടടുത്തുള്ള എറിയാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസമാക്കുകയും അവിടെ മുസ്ലിം പ്രമാണി കുടുംബങ്ങൾ തമ്മിലുള്ള ചില ഗോത്ര വഴക്കുകളെ പോലത്തെ ചില ഭീകരമായ വഴക്കുകളുണ്ടായിരുന്നു. വർഷങ്ങളോളം പിന്നെ തല്ലുംപിടി നീണ്ടു നിൽക്കുന്ന വഴക്കും കേസ് കിട്ടുമൊക്കെ. അത്തരം പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇവരൊരു പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ടൊരു പിന്നെ ഐക്യസംഘമല്ല, ആദ്യം നിഷ്പക്ഷ സംഘം എന്ന് പറഞ്ഞൊരു സംഘം ഉണ്ടാക്കുന്നു. പിന്നെ അത് ഐക്യസംഘമായി മാറി. പിന്നെയാണ് അത് ഈ ഐക്യസംഘമായി മാറിയതിന് ശേഷമാണല്ലോ ഈ ഒരു 10 കൊല്ലത്തോളം ഐക്യസംഘത്തിൻ്റെ സമ്മേളനങ്ങൾ പല തരത്തും. ഒരു 1922 ഐക്യസംഘം രൂപീകരിച്ച് 12 കൊല്ലത്തോളം ഐക്യസംഘം നിലനിന്നുണ്ടായിരുന്നു. ഇതിങ്ങനെ നിലനിന്നിരുന്ന കാലത്ത് മുഴുവൻ ഇതിൻ്റെ ഐക്യസംഘത്തിൻ്റെ ആദ്യത്തെ 3-4 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് ഐക്യസംഘം ഒരു വഹാബി സ്വഭാവം അല്ലെങ്കിൽ ഒരു മുജാഹിദ് വഹാബി കിട്ടുന്നത് വെച്ചാൽ ഇവിടുന്ന് ഖിലാഫത്ത് നേതാവായിട്ടാണ് പോകുന്നത്. ഇവിടുന്ന് ഖിലാഫത്തിൻ്റെ നേതാവാണ് മൂപ്പര്. മൂപ്പരെ ഈ ഖിലാഫത്ത് തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മൂപ്പരുടെ അളിയന്മാരൊക്കെ നേരത്തെ തന്നെ ഇവിടുന്ന് പോയിട്ട് അവർ എറിയാടാണുള്ളത്. അവർ മൂപ്പർക്ക് കത്തയക്കാണ് പിന്നെ അളിയാക്കാന്ന് പറഞ്ഞിട്ട് തന്നെ ആ കത്ത് ഒക്കെ അങ്ങനെ തന്നെ കോട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അളിയാക്ക നീ അവിടെ നിൽക്കണ്ട, അളിയാക്കം കൂടെ പോരും പിന്നെ ഇവിടെ ഇതാക്കാന്നിട്ട് മൂപ്പര് ഇവിടുന്ന് ഒളിഞ്ഞ് എന്ന് പറഞ്ഞാൽ വേഷം മാറി എന്നൊക്കെ പറയുന്നുണ്ട്. വേഷം മാറി എന്ന് പറഞ്ഞാൽ പർദ്ദട്ട് പോയി എന്ന് വരെ വിശദീകരിക്കുന്ന സാധനങ്ങളുണ്ട്. എന്നിട്ട് മൂപ്പര് പൊന്നാനി വരെ അങ്ങനെ പോയി. പൊന്നാനിയിൽ നിന്ന് രാത്രി പിന്നെ വലിയ തോണിയിൽ കയറിയിട്ട് പിറ്റേന്ന് പിന്നെ ഇവിടെ എത്തുന്ന തരത്തിൽ പിന്നെ കായൽ കൂടെ പോയിട്ട് അവിടെ എറിയാടെത്തി. അപ്പോൾ അവിടെ എത്തുമ്പോഴുള്ള അവിടെ സാഹചര്യം എന്ന് പറഞ്ഞാൽ 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, അവിടുത്തെ ഈ പറയുന്ന പ്രധാനപ്പെട്ട കുടുംബങ്ങളിൽ ഒന്ന് നമ്മൾ പറയുന്ന മണപ്പാട്ട് കുഞ്ഞഹമ്മദ് ഹാജി ഇവിടെ കുടുംബം, അടുത്തൊരു പ്രധാനപ്പെട്ട മണപ്പാട്ട് കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ പിന്നെ MSൻ്റെ പ്രസിഡന്റ് ഫസൽ ഗഫൂറിൻ്റെ വാപ്പാൻ്റെ ജ്യേഷ്ഠനാണ് ഈ മണപ്പാട്ട് കുഞ്ഞഹമ്മദ് ഹാജി. മൂപ്പരെ പറ്റി ഭയങ്കര പുസ്തകമൊക്കെ ഉണ്ട്. പിന്നെ മണപ്പാട്ട് കുഞ്ഞഹമ്മദ് ഹാജിയും കേരളീയ നവോത്ഥാനവും മണപ്പാട്ട് കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. പിന്നെ അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കുടുംബത്തിലൊരു കക്ഷിയാണ് KM സീതി സാഹിബ്. അന്ന് നേരത്തെ സീതി സാഹിബിൻ്റെ വാപ്പ, KM സീതി സാഹിബിൻ്റെ കുടുംബം, ഇവരുടെയൊക്കെ കുടുംബങ്ങൾ, ഇവരാണ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കക്ഷികൾ. അപ്പോൾ ഇതിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഈ KM സീതി സാഹിബിൻ്റെ വാപ്പ, KM സീതി സാഹിബ് എന്നൊക്കെ ഈ ഒരു കുടുംബത്തിനപ്പുറത്തേക്ക് പിന്നെ നമ്മുടെ ഈ വക്കം മൗലവിയൊക്കെ ആയിട്ട് ബന്ധമുണ്ട്. വക്കം മൗലവിയായിട്ടുള്ള ബന്ധം എന്താ വെച്ചാൽ വക്കം മൗലവിക്കൊക്കെ അപ്പുറത്തേക്ക് നമ്മളുടെ ഈ ഈജിപ്തിൽ നിന്ന് ഇറങ്ങുന്ന അൽമനാർ എന്ന് പറഞ്ഞ പ്രസിദ്ധീകരണം, റഷീദ് റില ഒക്കെ ഇറക്കുന്ന അൽമനാർ എന്ന് പറഞ്ഞ പ്രസിദ്ധീകരണം. അപ്പോൾ കേരളത്തിൽ തന്നെ അടുത്ത കാലത്ത് നമ്മളുടെ വഹാബിസത്തിൽ പിളർപ്പ് വന്നപ്പോൾ ഇവർ പറഞ്ഞല്ലോ ഞങ്ങൾ ഈജിപ്ഷ്യൻ പിന്നെ വഹാബിസാണ്, അല്ലാതെ സൗദി ബക്തരി വഹാബിസ അല്ല, ഈജിപ്ഷ്യൻ വഹാബിസാണെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഈജിപ്ഷ്യൻ വഹാബിസത്തിൻ്റെ സ്വാധീനം എന്ന് പറഞ്ഞാൽ ഈ പിന്നെ റഷീദ് റിലൊക്കെ ഇറക്കിയിരുന്ന ഈ പിന്നെ അൽമനാർ എന്ന് പറഞ്ഞ അറബിക് പ്രസിദ്ധീകരണമുണ്ട്. അത് അന്ന് കപ്പൽ പോസ്റ്റ് ഉണ്ടല്ലോ, അങ്ങനെ പോസ്റ്റിൽ വന്നിട്ട് വായിച്ചിട്ട് ഇങ്ങനെ വക്കം മുഹമ്മദ് മരിയോ അങ്ങനെ ഇവിടെ വായന പരിചയമുള്ള ആൾക്കാരുടെ ഈ സ്വാധീനത്തിൽ വക്കം മൗലവിയൊക്കെ ആദ്യം തുടങ്ങുന്ന പ്രസിദ്ധീകരണം തന്നെ അൽമനാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അത് മാറി വന്നിട്ടാന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഈ ഒരു സ്വാധീനം ഇതിലൊക്കെ ഉണ്ടല്ലോ. ഇങ്ങനെ ഇവരാണ് നവോത്ഥാനമാണ് ഇവർ നടത്തുന്നത് എന്ന് പറഞ്ഞു. നവോത്ഥാന പ്രസ്ഥാനം എന്നാണ് അവരെ അവകാശപ്പെടുന്നതും അവർ നടത്തുന്നതും.
അതിലൊരു തമാശ ഉണ്ട്. 1400 കൊല്ലം പരിചയമുണ്ട്, 1400 കൊല്ലത്തെ പഴക്കമുണ്ട് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്. എന്നിട്ട് ഈ 90 കൊല്ലമായിട്ടുള്ള ഇവിടെ നവോത്ഥാനം വന്നു പറഞ്ഞാൽ അതൊരു പ്രശ്നമാണ്. അത് പോട്ടെ. അപ്പോൾ ഇവർ ഈ നവോത്ഥാന പ്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഈ പറയുന്ന ഈ ഈജിപ്ഷ്യൻ സലഫി സ്വാധീനത്തിൽ വന്നിട്ടുള്ള ഈ സംഗതികൾ മുന്നോട്ട് വെച്ചിട്ടാണ് ഇവരിങ്ങനെ ഇവിടെ ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇവർക്കെതിരുള്ള ഒരു മൂവ്മെന്റ് ആയിട്ടാണോ പിന്നെ സമസ്ത വരുന്നത്. അത് കൃത്യം അങ്ങനെ തന്നെ വരുന്നത്. ഇതിൽ രണ്ട് കാര്യങ്ങൾ ഇവർ ചെയ്യുന്നത്, രണ്ട് കാര്യങ്ങളാണ്. ഇവർ ഈ ഐക്യസംഘം രൂപീകരിച്ചു 1-2 കൊല്ലത്തിന് ശേഷം ഇവർ ഈ 10 കൊല്ലത്തോളം ഇവർ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഐക്യസംഘം വാർഷിക സമ്മേളനങ്ങൾ നടത്തി. ആ വാർഷിക സമ്മേളനങ്ങളിൽ മുഴുവൻ ഇവർ പറയുന്നതും ഇവർ ആരോപിക്കുന്നത് അപ്പോഴത്തേക്ക് ഇവിടുത്തെ പരമ്പരാഗത സുന്നികൾ എന്ന് പറയുന്ന നമ്മളെ യാഥാസ്ഥികർ പരമ്പരാഗതം പറഞ്ഞ സുന്നികൾ എന്ന് പറയുന്നവർ നടത്തുന്ന കാര്യങ്ങൾ മുഴുവൻ അനിസ്ലാമികമാണ്. നേർച്ചകൾ, മൗലൂദുകൾ, പാട്ടുകൾ, ഇത് ഇവരുടെ സുന്നികളുടെ രീതി തന്നെ. പിന്നെ സുന്നികൾ ചെയ്യുന്നത് മുഴുവനും അനിസ്ലാമികമാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ പടച്ചവനും നബിയും പിന്നെ ഈ കെ മൗലവി മാത്രമേ ഉള്ളൂ എന്നുള്ള മട്ടിലേക്ക് ചുരുക്കിക്കൊണ്ടുവന്നത്. അത് പിന്നെ ഇങ്ങനെ യാദൃശ്ചികമാണെന്നൊന്നും തോന്നില്ല കേട്ടോ. അതിൻ്റെയൊക്കെ പിന്നിൽ വളരെ കൃത്യമായ രാഷ്ട്രീയവും സാമ്രാജ്യത്വവും എല്ലാം കൂടെ കൂടിച്ചേർന്നിട്ടുള്ളൊരു സാധനം. എന്താണെങ്കിലും 10 കൊല്ലത്തോളം ഇവർ ഈ സംഗതി നടത്തി, വാർഷിക സമ്മേളനം നടത്തുകയും പിന്നെയാണ് ഒരു 5-6 കൊല്ലമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇവർ പറയുന്നത് പലതും വഹാബിസമാണ് എന്നും ഇവർ പുത്തൻ പ്രസ്ഥാന അപ്പോഴാണ് ഈ സമസ്തയുടെ പണ്ഡിതന്മാരുടെ സമസ്തയ്ക്ക് പിന്നെ നേതൃത്വം കൊടുക്കുന്ന പണ്ഡിതന്മാരുടെ ഭാഗത്തുനിന്ന് ഈ പുത്തൻ പ്രസ്ഥാനക്കാർ എന്നുള്ള സംഗതികൾ ഇത് പ്രതികരണം വരുന്നത്. അങ്ങനെ ഇതിൻ്റെ ഒരു ഘട്ടത്തിലാണ് പിന്നെ പാങ്ങിൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ അങ്ങനത്തെ ആൾക്കാരും ഇവരൊക്കെ ചേർന്നിട്ട് അവസാനം ഒരു പിന്നെ വരക്കൽ മുല്ലൊക്കെ തങ്ങളൊക്കെ മുമ്പിൽ നിർത്തിയിട്ട് ഇവർ ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നുള്ള പേരിൽ രജിസ്റ്റർ ചെയ്യാനാണ് ആദ്യം പോകുന്നത്. അങ്ങനെ രജിസ്റ്റർ ഓഫീസിൽ ചെന്നിട്ട് ഇതിൻ്റെ രേഖകളൊക്കെ പൂരിപ്പിച്ച് കൊടുത്തപ്പോഴാണ് അവിടുന്നാണ് ഇവരറിയുന്നത് ഈ കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സംഘടന ആൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ മുജാഹിദ് ഭാഗങ്ങൾ ഐക്യസംഘത്തിൻ്റെ പേര് അവർ കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പേരിൽ ഇനി കിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ ഇവരുടെ വക്കീലുമായിട്ട് ഇവർ ആലോചിച്ചിട്ട്, ഇവരുടെ വക്കീൽ എന്ന് പറഞ്ഞാൽ ബി പോക്കർ എന്ന് പറഞ്ഞൊരു കക്ഷിയാണ്. എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് നേതാവായിട്ട് വന്ന ബി പോക്കർ സാഹിബ് അല്ല, വടേക്കണ്ടി പോക്കർ സാഹിബ് അല്ല. അതല്ലാതെ മദ്രാസിൽ പ്രാക്ടീസ് ചെയ്തിരുന്ന വേറൊരു ബി പോക്കർ ഉണ്ട്. ഇദ്ദേഹമായിരുന്നു ഇവരുടെ വക്കീൽ. അതുകൊണ്ട് തന്നെ ബി പോക്കർ സാഹിബിനെ പലരും മൂപ്പര് സംസ്ഥാനൻ്റെ വക്കീലാണെന്നൊക്കെ പറയുന്നത്. അതല്ല, അത് ബി പോക്കർ തന്നെയാണ്. മൂപ്പര് വടേക്കണ്ടി പോക്കർ, അതല്ലാതെ മദ്രാസിൽ പ്രാക്ടീസ് ചെയ്തിരുന്നൊരു ബി പോക്കർ ഉണ്ട്. ഈ ഇവരൊക്കെ ആയിട്ട് ആലോചിച്ചിട്ടാണ് പിന്നെ ഇവർ സമസ്ത എന്നുള്ള മറ്റേ ഈ മെമ്മോറണ്ടം ഓഫ് എഗ്രിമെൻ്റ് അടക്കമുള്ള സാധനങ്ങളൊക്കെ എഴുതി കഴിഞ്ഞാണല്ലോ, ഇതിൻ്റെ അസോസിയേഷൻ ഓഫ് എഗ്രിമെൻ്റ് ഒക്കെ എഴുതി കഴിഞ്ഞ സാധനമാണല്ലോ. ആ സ്ഥിതിക്ക് ഇനി ഇതിൽ ഒറ്റ വാക്ക് മുന്നിൽ ചേർത്താനേ ഉള്ളൂ. അങ്ങനെയാണ് സമസ്ത എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഗതി ആദ്യം വരുന്നത്. ഈ സമസ്തയും ഈ പിന്നെ കേരള ജമിയത്തുൽ ഉലമ എന്നൊക്കെ പറഞ്ഞ ഈ സംഗതികളൊക്കെ വരുന്നൊരു കാലം എന്നൊക്കെ പറഞ്ഞ് ഇതിനെ നമ്മൾ 2 തരത്തിലും കൂടെ കാണാനുണ്ടെന്ന് തോന്നുന്നു. അതിലൊരു രാഷ്ട്രീയം കൃത്യമായിട്ടുണ്ട്. അതിൽ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇവരുടെ നവോത്ഥാനം, ഇവർ ഈ പിന്നെ അത് വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന രാഷ്ട്രീയമാണ്. എന്താ വെച്ചാൽ ഇവർ പറയുന്ന നവോത്ഥാനം തുടങ്ങിയിട്ട് ഇവരുടെ ഭാഗത്തുനിന്ന് വരുന്ന ആദ്യത്തെ പിന്നെ നിരോധനം ഇവരുടെ ഭാഗത്തുനിന്ന് വരുന്ന എന്തിനാണ്? മൗലൂദ്, മാലപ്പാട്ടുകൾ, പടപ്പാട്ടുകൾ തുടങ്ങിയ സാധനങ്ങൾ, നേർച്ചകൾ, ഈ സാധനങ്ങൾ നിരോധിക്കുക. നേർച്ചകൾ വളരെ പ്രധാനപ്പെട്ട മലപ്പുറം നേർച്ച അടക്കമുള്ള നേർച്ചകൾ. ബ്രിട്ടീഷുകാർ ആ കാലത്ത് ചെയ്തത് ഇതേ സാധനമായിട്ട് പടപ്പാട്ടുകൾ നിരോധിക്കുക. പടപ്പാട്ടുകൾ എന്ന് പറഞ്ഞാൽ പിന്നെ പ്രധാനമായിട്ട് മലപ്പുറം പട, ഉഹദ് പട, ബദർ പട, അന്നിവിടെ വ്യാപകമായിട്ടുണ്ടായിരുന്നതാണ്. ചെറൂർ പട, പിന്നെ വ്യാപകമായിട്ടുണ്ടായിരുന്നതാണ് കർബല പാടി പറയാ എന്ന് പറഞ്ഞതാണ്. കഥാപ്രസംഗം പോലെ പാടി പറയാൻ തന്നെയാണ് പറയുന്നത്. ഇത്തരം സാധനങ്ങൾക്കെതിരെ ഇവർ മതത്തിൻ്റെ ഉള്ളിൽ ഈ സാധനത്തിന് പിന്നെ ഇത് ഇസ്ലാമികമല്ല എന്ന് പറഞ്ഞിട്ട് ഇതിനെതിരെയുള്ള പ്രചാരണം നടത്തുന്ന സമയത്ത് തന്നെയാണ് ഗവൺമെൻറ് ഈ സാധനത്തിനെതിരെയുള്ള പിന്നെ ഇതിനെതിരെയുള്ള നിയമം മൂലം നിരോധിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് ഒരു കാലത്ത് 5 കൊല്ലത്തിൻ്റെ ഇടയിലുള്ള ഒരൊറ്റ കാലത്താണ്. ഇപ്പം നമ്മൾ പിന്നെ മലപ്പുറം നേർച്ച നിരോധിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ചരിത്രം എടുത്ത് നോക്കിയാൽ മലപ്പുറം നേർച്ച ആരുടെ പേരില്ല? ഏതെങ്കിലും പുണ്യാളൻ്റെ പേരിലല്ല, മലപ്പുറം ശുഹദാക്കളുടെ പേരിലല്ല. ശുഹദാക്കൾ എന്ന് പറഞ്ഞൊരു സാധനത്തിനെ ഇവർക്ക് ബ്രിട്ടീഷുകാർക്ക് പേടിയാണ്. പേടി എന്ന് പറഞ്ഞാൽ അവർക്ക് ഫിസിക്കലി പേടിയാണ് ശുഹദാക്കളെ. അതുകൊണ്ട് തന്നെ മലബാർ കലാപകാലത്തും അതല്ലാതെ ഏഷ്യയിൽ ഇങ്ങനെ പല ഭാഗത്തും ഇങ്ങനെ ഇവർ പിന്നെ മാപ്പിളമാരെ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ ഇപ്പം പിന്നെ അഫ്ഗാൻ ഭാഗത്ത് അതുപോലെ തന്നെ പഷ്തൂൺ മേഖലയിലൊക്കെയും ഇവർക്കെതിരെ പൊരുതുന്ന മുസ്ലിങ്ങളെ കൊന്നു കഴിഞ്ഞാൽ ഇവർ
പിന്നെ കത്തിച്ച് കളയലാണ്. അതെ ഇപ്പോൾ വൈകുന്നതും കുഞ്ഞാമതിനെ ബോഡി കത്തിക്കണം. കിട്ടിയില്ല. ഈ ചെറൂർ പിന്നെ ഈ പിന്നെ കലാപകാരികളെ പോലും കത്തിക്കാൻ വേണ്ടി കൊണ്ടുകൊടുത്ത് നാട്ടുകാർ പിടിച്ചു വാങ്ങിയിട്ടാണ് അവസാനം ഇവർ നാട്ടുകാർക്ക് കൊടുക്കാതെയാണ് ഇവർ പിന്നെ തിരുരങ്ങാടി സർക്കാർ ഓഫീസിൻ്റെ പരിസരത്ത് മറയുന്നത്. എന്നിട്ട് പിന്നെ അങ്ങോട്ട് നാട്ടുകാർ കിടക്കാൻ പാടില്ല എന്നത്. അപ്പോൾ ശുഹദാക്കൾ എന്ന് പറഞ്ഞ കക്ഷികൾ ഇവർക്ക് പേടിയാണ്, ശുഹദാക്കളെ പേടിയാണ്. അത് ബ്രിട്ടീഷുകാർക്ക് പേടിയാണ്, ഇംഗ്ലീഷുകാർക്ക് പേടിയാണ്, ശുഹദാക്കളെ മുജാഹിദുകൾക്ക് പേടിയാണ്, ഇപ്പോഴും പേടിയാണ്. ഇപ്പോഴും പിന്നെ ഇമാം ഖാംനെ ശുഹദാവായപ്പോൾ ഇവർക്ക് അപ്പോഴത്തേക്ക് ഇവരെ പേടി പുറത്തേക്ക് വന്നു. അതെ, ശുഹദാക്കളെ പേടിയാണ്. ശുഹദാക്കളെ പേടിയില്ല രണ്ട് കൂട്ടരുള്ളത്, ഒന്ന് ഈ ബ്രിട്ടീഷ് അമേരിക്കൻ സാമ്രാജ്യത്വവും ഒന്ന് ഈ സലഫികളും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഒരു പിന്നെ ചരിത്രത്തിൻ്റെ ഒരു ലെയർ ഇതിൻ്റെ അടിയിൽ കിടക്കുന്നുണ്ട്. ഇത് അതിന് ശേഷമാണ് ഇപ്പം ഈ 1920 വരെ ഉള്ള കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനെ നമ്മൾ എടുത്തു നോക്കിയാൽ യാതൊരുവിധ വ്യത്യാസവും ഇല്ലാത്ത, ഒരുവിധ സംഘടനാ വ്യത്യാസവും ഇല്ലാത്ത, സംഘടനാ വ്യത്യാസം മാത്രമല്ല സംഘടനകൾ ഉണ്ടായത് അതുവരെയാണ്, അതിന് ശേഷമാണ്. അതുവരെ യാതൊരു തരത്തിലുള്ള പിന്നെ ഇതുമില്ലാത്ത ഒരു എതിരഭിപ്രായങ്ങളും ഇല്ലാത്ത ഒറ്റ ഇസ്ലാം. അത് പക്ഷേ ലോകത്തിൽ എവിടെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്? അതെ, അത് ലോകത്തിൽ വേറെ എവിടെ ഉണ്ടായിട്ടില്ല. കാരണം ഇവിടെ വരുന്നത് തന്നെ പിന്നെ പറഞ്ഞാൽ മലബാറിൽ പ്രത്യേകിച്ചും വരുന്നത് തന്നെ ഒരൊറ്റ പിന്നെ മദ്ഹബാണ്, പിന്നെ ഷാഫി മദ്ഹബ. വരുന്നത് ഒരൊറ്റ റൂട്ടിലുമാണ്, യമൻ വഴി. യമനിലേക്ക് എത്തുന്നത് വരെയുള്ള കഥകളാണ് പിന്നെ വളരെ കൃത്യമായിട്ട് നോക്കേണ്ടതുള്ളത്. അങ്ങനെ ഈ 1920 21 വരെ കേരളത്തിലെ മുസ്ലിം സമൂഹം എന്ന് പറഞ്ഞാൽ ഒരു പരിപൂർണമായിട്ടൊരു പിന്നെ ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ, വിശ്വാസത്തിൻ്റെ അക്കീദയുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഏകോപിച്ചു പോകുന്ന ഒരു സാധനമായിരുന്നു. അതിൽ നിന്ന് ആദ്യമായിട്ട് ഈ പ്രശ്നങ്ങളുണ്ടായി വരുന്ന കക്ഷികൾ ഇവരാണ്. അപ്പം ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ അതേവരെയുള്ള ചരിത്രം എടുത്തു പരിശോധിച്ചാലും, അതേവരെയുള്ള മുസ്ലിം സമൂഹത്തിൻ്റെ സംഗതികൾ എടുത്തു പരിശോധിച്ചാലും വളരെ കൃത്യമായിട്ട് നമുക്ക് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയും യാത്ര ചെയ്ത് നോക്കിയാൽ ഷീസത്തിൻ്റെ തെളിവുകളായിട്ട് തന്നെ കിടക്കുന്നത് കാണാം. എന്ന് പറഞ്ഞാൽ ഷിയായിസം കേരളത്തിലുണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവുകൾ അത് എന്തൊക്കെയാണ്? അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാനത് പിന്നെ പഠിക്കാനുണ്ടായ ഒരു സംഗതി എന്താ വെച്ചാൽ, പിന്നെ അങ്ങനെ ഇറങ്ങി നോക്കാനുണ്ടായ ഒരു കാര്യം ഉണ്ടായത് എന്താ വെച്ചാൽ, പിന്നെ നമ്മൾ CV കുഞ്ഞിരാമൻ്റെ ഒരു ചെറിയ നോവലുണ്ട് പഞ്ചവടി എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ C കേശവൻ്റെയൊക്കെ ആ ഇതിൽ വരുന്ന CV കുഞ്ഞിരാമൻ ഉണ്ടല്ലോ, പഴയ SNDP നേതാവ് C കേശവൻ്റെ വളരെ ചെറിയൊരു നോവലുണ്ട് പഞ്ചവടി എന്നിട്ട് നോവൽ. ആ നോവലിൽ ഒരു കഥാപാത്രം ഉണ്ട്, മൂപ്പരുടെ ഒരു മാധവൻ എന്ന് പറഞ്ഞിട്ടുള്ള മൂപ്പര്. ഈ കഥാപാത്രത്തിന് ഒരിക്കൽ കാട്ടിൽ വെച്ചിട്ട് ഒരു പിന്നെ ഹരിജൻ വിഭാഗത്തിൽപ്പെട്ട മൂപ്പര് അതിലൊരു ജാതി ഉപയോഗിക്കുന്നുണ്ട്. അന്നത്തെ സാഹചര്യത്തിൽ അന്നത്തെ അത് പറയാൻ പറ്റും. അപ്പോൾ ജാതി ഉപയോഗിക്കുന്നുണ്ട്. ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു ഹരിജൻ വിഭാഗത്തിൽപ്പെട്ട ഹരിജൻ എന്ന് മാത്രമല്ല ജാതി തന്നെ മൂപ്പര് പറയുന്നുണ്ട്. ഒരു പിന്നെ ഇപ്പം ഹരിജൻ എന്നുള്ള വാക്കോട് പിന്നെ പറയാൻ പാടില്ല, അതാണ്. അപ്പോൾ ഒരു കക്ഷിയെ കാട്ടിൽ വെച്ചിട്ട് കിട്ടും. കാട്ടിൽ വെച്ചിട്ട് വെച്ചാൽ മർദ്ദനമേറ്റ് അവശനായിട്ട് ഇവനെ കൊണ്ടുപോയിട്ട് കാട്ടിൽ തള്ളിയതോ അല്ലെങ്കിൽ ഇവൻ മർദ്ദനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അടിമയായിരുന്നു, ഒരാളുടെ അടിമയായിരുന്നു. അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി കട്ടുന്നിട്ട് കാട്ടിലൊരു ഇല്ലിക്കൂട്ടിൽ പെട്ട് കിടക്കുന്നതായിട്ടാണ്. അവിടുന്ന് ഈ മാധവൻ രക്ഷിച്ചു കൊണ്ടുവന്നിട്ട് മാധവൻ്റെ ഈ പിന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടുന്ന് കുളിപ്പിച്ചിട്ട് നോക്കുമ്പോൾ ഉള്ള ഒരവസ്ഥ ഇയാൾ വിശദീകരിക്കുന്നിടത്ത് CV കുഞ്ഞിരാമൻ പറയുന്നത് എങ്ങനെയാ വെച്ചാൽ, ഈ മുഹറം മാസത്തിൽ ശരീരത്തിൽ മുഴുവൻ ഈ പിന്നെ പുലിവേഷം കെട്ടിയിട്ടില്ല. ഈ മുഹറം മാസത്തിലെ ഇതിന് വേണ്ടിയിട്ട് പുലിവേഷം കെട്ടിയിട്ടുള്ള ആളുകളെ നമ്മൾക്ക് കണ്ടു പരിചയമുണ്ടല്ലോ. അങ്ങനെയാണ് നമ്മളിൽ ഒരുവിധം എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ എന്നാണ് പറയുന്നത്. മുഹറം മാസത്തിൽ ഈ പുലിവേഷം കെട്ടുന്ന ആളുകളെ നമ്മൾക്ക് പരിചയമുണ്ടല്ലോ, നമ്മൾ ഒരുവിധപ്പെട്ട എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ എന്ന്. അങ്ങനെയാണ് ഞാൻ ഈ സാധനം അന്വേഷിക്കുന്നത്. പിന്നെ അതെങ്ങനെ ഇപ്പം പിന്നെ ഇയാൾ കൊല്ലത്താണ്. കൊല്ലത്ത് മുഹറം മാസത്തിൽ ഈ വേഷം കെട്ടുന്ന ആളുകൾ ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഈ പുലി, അപ്പം വെച്ചാൽ ഈ പുലി ഇപ്പം നമ്മളെ തൃശ്ശൂർ പുലികളിയുടെ ചരിത്രം പോലും ഇത് ഈ മുഹറം അന്ന് ഷിയാക്കളെന്ന് പറയുമ്പോൾ ഇവിടെ കേരളത്തിലെ എല്ലാ ഭാഗത്തും അല്ലാത്ത തന്നെ നടത്തിയിരുന്ന ഈ മുഹറം 1 മുതൽ അങ്ങോട്ട് തുടങ്ങിയാലും മുഹറം 10 വരെ അശൂറ ദിനം വരെ ഈ പിന്നെ ഇതിൻ്റെ വിലാപങ്ങളും വിലാപയാത്രകളും ഇതിൻ്റെ സംഗതികളും ഒക്കെ നടത്തിയിരുന്നു. അപ്പോൾ കൊല്ലത്ത് ഇതുണ്ടായിരുന്നോ എന്നാണ് ഞാൻ പിന്നെ അന്വേഷിച്ചത്. അപ്പോൾ കൊല്ലത്തുണ്ടായിരുന്നോ എന്ന് അന്വേഷിച്ചപ്പം കൊല്ലത്ത് പിന്നെ ആ കൊല്ലം ടൗണിലുള്ള നമ്മളുടെ പ്രധാനപ്പെട്ട മറ്റേ ഇതിൻ്റെ പള്ളിയല്ല, കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് പോകുന്നിടത്തുള്ള പിന്നെ കൊല്ലം ടൗണിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ ഒരു സ്ഥലമുണ്ടല്ലോ, കൊല്ലത്തൊരു വളരെ പ്രധാനപ്പെട്ട കൊല്ലം മാർക്കറ്റും ഇതൊക്കെ ഉള്ള, ഇപ്പോഴും ഒരു പിന്നെ ക്ലോക്ക് ടവറൊക്കെ ഉള്ള പഴയ ബസ് സ്റ്റാൻഡൊക്കെ നിൽക്കുന്ന ഒരു കൊല്ലത്തൊരു സ്ഥലമുണ്ട്. പിന്നെ അവിടെ
എല്ലാ വർഷവും കൊല്ലത്തെ മാർക്കറ്റിൽ എല്ലാ വർഷവും പിന്നെ വളരെ കൃത്യമായിട്ട് ഈ പിന്നെ മുഹറം 9ഉം 10ഉം എല്ലാ ഇതോട് കൂടിയിട്ടും അതിൻ്റെ ഈ പിന്നെ മഞ്ച കൊണ്ടുവരൽ, എടുക്കൽ, പഞ്ച തുടങ്ങിയ സംഗതികളോടൊക്കെ കൂടിയിട്ട് പിന്നെ ഇതിൻ്റെ വിലാപം പിന്നെ ആചരിക്കുന്ന ആളുകളുണ്ടായിരുന്നു. ടീം തന്നെ ഉണ്ടായിരുന്നു. ടീം ഉണ്ടായിരുന്നു. ഏത് വർഷം വരെ? അത് 975 വരെ ഉണ്ടായിരുന്നു. അത് ശരി, അത് ശരി. അതെന്ന് പറഞ്ഞാൽ ഈ മൊഹറത്തിന് ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ നടക്കുന്നത് പോലെ തന്നെ അത് ഇവിടെയൊക്കെ കോഴിക്കോട് ഉണ്ടായിരുന്നു. കോഴിക്കോട് ഇപ്പോഴും ആ സ്ഥലപ്പേര് അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഏതാ? കോഴിക്കോട് ഇവിടെ കൂടാരപ്പുര എന്ന് പറഞ്ഞിട്ട്. കാരണം ഇപ്പോഴത്തെ ചന്ദ്രിക ഓഫീസിൻ്റെ പുറകിൽ ഇങ്ങോട്ട് കടന്നാൽ ആ പാരഗൺ ഹോട്ടലിൻ്റെയൊക്കെ പുറകിൽ ഇങ്ങോട്ട് കടന്നിട്ട് നമ്മൾ വയനാട് റോഡിലേക്കുള്ള മെയിൻ റോഡില്ലേ, മെയിൻ റോഡ് അശോക ആസ്പത്രിൻ്റെ ഒക്കെ മുൻപത്തുള്ള അങ്ങോട്ട് എത്തുന്നത് വരെയുള്ള ആ പ്രദേശത്തിൻ്റെ പേര് തന്നെ കൂടാരപ്പുര എന്നാണ്. ഇപ്പോഴും കൂടാരപ്പുര റെസിഡൻസ് അസോസിയേഷൻ ഇവിടെ ഉണ്ടല്ലോ. കൂടാരപ്പുര എന്ന അഡ്രസ്സ് ഉണ്ട് ഇവിടെ ഈ സ്ഥലത്തിന്. ഓ അത് ശരി. അത് ഈ പറയുന്ന കൂടാരത്തിൻ്റെ ആയിരുന്നു. എന്താ വെച്ചാൽ ഈ മുഹറം 10ൻ്റെ ഈ പിന്നെ ഈ ഇതില്ലേ എന്താണ് അസൂറ ദിനത്തിൻ്റെ ഇതിന് വേണ്ടിയിട്ട് ഈ പിന്നെ മയ്യത്ത് കെട്ടിൽ പോലത്തെ അത് അങ്ങനെയാണ് വിലാപയാത്രയ്ക്ക് വേണ്ടി കൊണ്ടുപോകും. ഇത്തരം സാധനങ്ങൾ മുഴുവൻ സൂക്ഷിക്കുന്ന കൂടാരപ്പുര അവിടെ ആയിരുന്നു. അങ്ങനെയാണ് അതിന് ഇപ്പോഴും കൂടാരപ്പുര എന്നുള്ള പേര് വരുന്നത്. അപ്പോൾ കൊല്ലത്ത് അന്വേഷിച്ചപ്പോൾ കൊല്ലം ടൗണിൽ 18 കമ്പനി എന്ന് പറഞ്ഞാൽ കൊല്ലം ടൗണിലെ പ്രധാനപ്പെട്ട ഈ ചുമട്ട് തൊഴിലാളികളുടെ കൂട്ടത്തു നിന്ന് ഒരു ടീമുള്ളവർ 18 കമ്പനി എന്ന് പറഞ്ഞൊരു ഒരു ടീം തന്നെ ഉണ്ടായിരുന്നു. അവരാണിത് നടത്തലെന്നും കൊല്ലത്തെ പ്രധാനപ്പെട്ട വ്യാപാരികൾ തന്നെയാണ് ഈ സാധനത്തിന് പിന്നെ സാമ്പത്തിക സഹായവും പ്രോത്സാഹനവും ഒക്കെ കൊടുക്കലെന്ന് പറയുന്നത്. പിന്നെ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ അത് 18 കമ്പനി എന്ന് പറഞ്ഞാൽ ഗുണ്ടകളാണെന്നൊക്കെ ചില അങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പോൾ 18 കമ്പനി ഗുണ്ടകളല്ല. 18 കമ്പനി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ചുമട്ട് തൊഴിലാളികളുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ കുറച്ച് തൻ്റെയുള്ളവരായിരുന്നു. നടത്തണ്ടെന്ന് പറഞ്ഞാൽ എന്നാൽ പിന്നെ നടത്തും എന്നുള്ള ലൈനിൽ ഇറങ്ങിയിട്ട് അങ്ങനത്തെ കക്ഷികളായിരുന്നു. പക്ഷേ വ്യാപാരികൾ ആണ് ഈ സാധനത്തിന് പിന്തുണക്കുന്നത്, ഫണ്ട് ചെയ്ത് തരുന്നത്. അങ്ങനെ അതുണ്ട് അവിടെ. പിന്നെ അവിടുന്ന് അപ്പുറത്തേക്ക് തിരുവനന്തപുരത്ത് പോയാൽ തിരുവനന്തപുരത്തും ഇതേപോലെ തന്നെ പിന്നെ ഈ കൂടാരപ്പുര എന്നല്ല, അവിടെ അങ്ങനെ പഞ്ചപ്പുര ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും നമ്മൾ തിരുവനന്തപുരത്ത് വെറുതെ സെർച്ച് ചെയ്ത് നോക്കിയാൽ പഞ്ചപ്പുര ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പഞ്ചപ്പുര ജംഗ്ഷൻ എന്ന് പറഞ്ഞ സ്ഥലം ഇപ്പോഴും ഉണ്ട് തിരുവനന്തപുരത്ത്. തിരുവനന്തപുരത്ത് പറഞ്ഞാൽ നമ്മൾ പിന്നെ പാളയത്ത് പള്ളീൻ്റെ പുറകിൽ നിന്ന് പിന്നെ പള്ളീൻ്റെ പുറകിലൂടെ അങ്ങോട്ട് കടന്നിട്ട് നമ്മൾ നിയമസഭയിലേക്ക് പോകുന്ന വഴിക്ക് ഇപ്പം ഇത് വന്നില്ലേ, ആ പ്രദേശത്തായിട്ടാണ് പഞ്ചപ്പുര ഉള്ളത്. അപ്പം പിന്നെ ഇങ്ങനെ ഇങ്ങോട്ട് വന്നാലുണ്ടല്ലോ, അപ്പം തന്നെ മാത്രമല്ല നമ്മൾ കൊല്ലത്തേക്ക് കടന്നാൽ കൊല്ലത്ത് കർബല മൈതാനം ഇപ്പം തന്നെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട് കർബല മൈതാനം. കർബല മൈതാനം ഇപ്പോൾ ഉണ്ടെന്ന് മാത്രമല്ല, കർബലയെ പറ്റി അവിടെ വേറെ ഒരു പിന്നെ ഒരു ഐതിഹ്യം സാധനം ഒക്കെ ഉണ്ട്. എന്താ വെച്ചാൽ അത് ബ്രിട്ടീഷ് പട്ടാളത്തിന് അവിടെ ഒരു ചെറിയ എന്താ വെച്ചാൽ 5 തെങ്കിലും ബ്രിട്ടീഷ് കോട്ടയും ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ അവിടെ കണ്ടോൺമെൻ്റ് ഉണ്ട്, കൊല്ലം കണ്ടോൺമെൻറ്റ് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ബ്രിട്ടീഷ് പട്ടാളം ഉണ്ടായിരുന്നു അവിടെ. ബ്രിട്ടീഷ് പട്ടാളത്തിൽ ഒരു ഘട്ടത്തിൽ ഒരു കലാപം ഉണ്ടായി. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അവിടെ ഒരു കലാപം ഉണ്ടായി. ഇത് ഷഹീദ് ഹുസൈൻ എന്ന് പേരിലുള്ള ഒരു ഒരു പിന്നെ നമ്മൾ എന്താ പറയുക, ഈ ഏറ്റവും താഴെ കടയിലുള്ള എന്നാൽ പിന്നെ ശിപ്പായി അല്ല താനും അതിൻ്റെ തൊട്ട് മുകളിലത്തെ ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടാവില്ലേ, ഇങ്ങനെ സുബേദാർ എന്നൊക്കെ പറയുന്ന ആ ലെവലിലുള്ള ഒരു സുബേദാർ ലെവലിലുള്ള ഒരു ഷഹീദ് ഹുസൈൻ എന്ന് പറഞ്ഞ ഒരാളും അയാളുടെ കീഴിലുള്ളവരും ഇവരെല്ലാവരും ഷിയാക്കളായിരുന്നു. ഇവർ പിന്നെ 42 ആളെ മറ്റേ അവിടെ തൂക്കി കൊല്ലുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഇവരെ പിന്നെ എന്നിട്ട് ചില ആൾക്കാരുടെയൊക്കെ മയ്യത്ത് അവിടെ തന്നെ മറയതു, ചില ആൾക്കാരതൊക്കെ പുറത്തേക്ക് നാട്ടിലേക്ക് കൊടുത്തയച്ചു. എന്നിട്ട് അങ്ങനെ കൊല്ലത്ത് അങ്ങനത്തെ ഒരു കലാപത്തിൻ്റെയും ഒരു സാധനത്തിൻ്റെ ഒരു ഇത് അവിടെ. അത് 1900 തുടക്കത്തിലാണ്. കാരണം അതിനെക്കുറിച്ച് രേഖകളുണ്ട് മാത്രമല്ല ബ്രിട്ടീഷ് പറയപ്പെടാത്തൊരു സ്വാതന്ത്ര്യ സമര ചരിത്രമാണ്. ചില ബ്രിട്ടീഷ് പട്ടാളത്തിൽ മാപ്പിള റെജിമെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു മാപ്പിള റെജിമെന്റിനെ ഉണ്ടാക്കിയിട്ട് അവസാനം ഒരു പിരിച്ചുവിട്ടതാണല്ലോ. 1907 കൂടിയിട്ടൊക്കെ പിരിച്ചുവിട്ടതാണ്. അപ്പം മാപ്പിള റെജിമെന്റിന്റെ അവസാനം മദ്രാസിലായിരുന്നു. അപ്പം ഇങ്ങനത്തെയൊക്കെ പ്രശ്നം കൊല്ലത്ത് കിടക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് നമ്മൾ പറഞ്ഞ പഞ്ചപ്പുരയുണ്ട്, കൊല്ലത്ത് ഈ സാധനമുണ്ട്. കൊല്ലത്ത് ഇത് മാത്രമല്ല, കൊല്ലത്ത് 1930കളിലൊക്കെ വക്കം മൗലവിയുടെ മുസ്ലിം എന്ന് പറഞ്ഞ പത്രത്തിൽ വന്ന ഒരു വാർത്ത ഉണ്ട്. പിന്നെ ഈ മുഹറത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഭവങ്ങളുണ്ടല്ലോ, മുഹറത്തിൽ നടക്കുന്ന അനിസ്ലാമികമായിട്ട് നടക്കുന്ന ഈ സംഗതികൾ, ഈ പറയുന്ന ഈ പിന്നെ കരച്ചിലും പിന്നെ നെഞ്ഞത്തടിക്കലും പിന്നെ സ്വയം വേദനിപ്പിക്കലുമായിട്ട് നടക്കുന്ന ഈ ഏർപ്പാടുകൾ, ഇതൊന്നും ഇസ്ലാമികമല്ല, ഇത് ഇസ്ലാമിൽ ഇല്ലാത്തതാണ്, അതുകൊണ്ട് അത് ഉടൻ അവസാനിപ്പിക്കേണ്ടതാണ്. അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ മുസ്ലിം സമൂഹം മുമ്പിട്ടിറങ്ങേണ്ടതാണെന്ന് പറഞ്ഞിട്ട് 1930കളിൽ പിന്നെ വക്കം മൗലവിൻ്റെ ഈ മുസ്ലിം എന്ന് വന്നിട്ട് ഇപ്പം അതിൻ്റെ മുസ്ലിം എന്താണ് വക്കം മൗലവിയുടെ മുസ്ലിം എന്ന് പറഞ്ഞിട്ട് 2-3 ലക്കമായിട്ട് ഇറക്കിയിട്ടുണ്ടല്ലോ. അതിലെ 2ാം ലക്കത്തിൽ ഈ
ലേഖനമുണ്ട്. രണ്ടാം വോള്യത്തിൽ ഇതുണ്ട്, ഈ ലേഖനം. ശരി ശരി. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അതിൻ്റെ ഇടയിലേ ഈ 18 കമ്പനി CPM ഗുണ്ടകളായിരുന്നു എന്ന്. അപ്പോൾ ഞാനിപ്പോൾ ഇത് കണക്ട് ചെയ്യാൻ CPM ഗുണ്ടകളാണെങ്കിൽ അവർ ഈ പറഞ്ഞ 975 വരെ ഈ സാധനം നടത്തിയിട്ടുണ്ട്. എന്നോട് ഞാനൊരിക്കൽ നമ്മളെ തമ്മനം ഷാജി ഇല്ലേ, തമ്മനം ഷാജിനെ ഒരു സാധനം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മൂപ്പരെ പിന്നാലെ കുറേ നടന്നിരുന്നു. ശരി. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇതിൻ്റെ ഒരു ചരിത്രം ഞങ്ങൾക്ക് പറഞ്ഞുതരാം, എനിക്കിൻ്റെ ഷേഖിൻ്റെ ഇതില്ലാതെ പറ്റൂല. ഇവിടെ ഞങ്ങളെ ശത്രുക്കൾ 18 കമ്പനിയായിരുന്നു. 18 കമ്പനി ഗുണ്ടകളായിരുന്നു. അത് CPM ചുമട്ട തൊഴിലാളികളായിരുന്നു. എന്നാൽ ഈ 18 കമ്പനിയിൽ ഈ പറയുന്ന ഇത് നടത്തിയിരുന്ന കക്ഷികളുണ്ടല്ലോ, ഈ ചിലപ്പോൾ അതിനെ ചിലപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റുന്ന ചിലപ്പോൾ മുസ്ലിമായ ചുമട്ട് തൊഴിലാളികൾ സ്വാഭാവികമായിട്ടും അന്ന് ഈ മെയിൻ സ്ട്രീം ഇസ്ലാമിനെതിരെ ആയിരിക്കും. അങ്ങനെയൊക്കെയുള്ള ഈ ചിറ്റാരി എന്താണ് പറയുക നമ്മളെ അവിടെ ആ സ്ഥലത്ത് അവിടെ ഈ ആശൂറ ദിനത്തിൽ ഈ പരിപാടികൾ നടത്തിയിരുന്ന ചില ആളുകളുടെ പേരക്കുട്ടികൾ എന്നോട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ ആലപ്പുഴയ്ക്ക് വരുമ്പം ആലപ്പുഴ സക്കറിയ ബസാറിൻ്റെ അടുത്തുള്ള, ഞാനൊരു ഇതിൽ കണ്ട ഒരു സാധനം, സക്കറിയ ബസാറിൻ്റെ അടുത്തുള്ള ഒരു പള്ളി, ആ പള്ളിയുടെ ചുറ്റുപാടുമായിട്ട് 14ഓളം കുടുംബങ്ങളുണ്ടായിരുന്നു. അവർ മുഴുവൻ ഷിയാക്കളായിരുന്നു എന്ന് പറഞ്ഞാൽ അത് ഷിയാക്കൾ തന്നെയായിരുന്നു എന്നതിൽ പറയുന്നത്. മലയാളികളാണ്, മലയാളി ഷിയാക്കളാണ്. അവർ ഒരു സയ്യിദ് കുടുംബമാണ് അവർ. എന്നിട്ട് ഞാൻ അവിടെ എൻ്റെ ഒരു സുഹൃത്തിനോട് വിളിച്ചിട്ട് അന്വേഷിക്കാൻ പറഞ്ഞപ്പം മുപ്പര് അന്വേഷിച്ചു. അതിൽ 1-2 കുടുംബം ഇപ്പോഴും അങ്ങനെ തന്നെ ഇവർ ഈ സംഗതികളൊക്കെ വീടുകളിൽ വെച്ചിട്ടാണെങ്കിലും സ്വന്തം നിലക്കാണെങ്കിലും ഇത് അങ്ങനെ തന്നെ ആചരിച്ചുകൊണ്ട് തുടങ്ങുന്നുണ്ട്, ഇത് തുടരുന്നുണ്ട് എന്ന് പറഞ്ഞു. തന്നെയല്ല, പിന്നെ ഇവിടെ എത്തുമ്പോൾ, പിന്നെ ആലപ്പുഴ എത്തുമ്പം ആലപ്പുഴയിലെ മുസ്ലിങ്ങൾക്കിടയിൽ ഇപ്പോഴും ഒരു സ്വഭാവമുള്ളത്, ഒരു പാണക്കാവെള്ളം എന്ന് പറഞ്ഞിട്ട് ഒരു തരം സർബത്ത് ഉണ്ടാക്കിയിട്ട് വിതരണം ചെയ്യുന്നുണ്ട് ഈ മുഹറം പിന്നെ തുടക്കത്തിൽ ഇങ്ങോട്ട്. മുഹറം 9, 10 പാണക്കാവെള്ളം എന്ന് പറഞ്ഞാൽ അതൊരു തരത്തിൽ അവർ കസ്കസും ചെറുനാരങ്ങയും ഇതൊക്കെ പിഴിഞ്ഞിട്ട് ഒരു തരത്തിലുള്ള പിന്നെ കുടിവെള്ളം ഉണ്ടാക്കുകയാണ്. കുടിവെള്ളം ഉണ്ടാക്കിയിട്ട് നാട്ടുകാർക്ക് മുഴുവൻ ഫ്രീ ആയിട്ട് കുടിവെള്ളം കൊടുക്കുക. അതൊക്കെ എന്താ വെച്ചാൽ അത് ഈ പിന്നെ കർബലയുടെ തലേ ദിവസം ഉള്ള അവിടെ ഓർമ്മക്ക് അവിടെ വെള്ളം കിട്ടാതെ തന്നെ ഇവർ മുഹറം 7 മുതൽ പിന്നെ വെള്ളം തടഞ്ഞിട്ടുണ്ടല്ലോ, യൂഫ്രട്ടീസ് ടൈഗ്രീസിൽ നിന്ന് വെള്ളം കിട്ടാത്ത തരത്തിൽ. അപ്പം അന്നത്തെ ദാഹവും ഇതിനെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ചെല്ലരുത്. പാണക്കാ വെള്ളം എന്നാണ് അതിൻ്റെ പേര്. അത് കൊടുക്കുന്ന, അത് ഉണ്ടാക്കി കൊടുക്കുന്ന മുസ്ലിം ഉമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ സംസാരിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഉമ്മക്ക് അത് ഇപ്പോഴും നിർബന്ധമാണ്. അവർക്കറിയാം, ഇത് തന്നെയാണ് ഹുസൈനാര വെള്ളം എന്ന് പോലും പറയും. ഹുസൈനാര വെള്ളം എന്ന് പോലും പറയും. അത് കൊടുക്കണം കുട്ടിയെ, അത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ശരിക്കും ഞാൻ ചോദിക്കണത്, ഈ ട്രഡീഷനൊക്കെ നമുക്ക് എല്ലാ ട്രഡീഷനും പറയണം. ഇവിടുന്ന് അസ്തമിച്ചത് ഈ സലഫിവൽക്കരണത്തിൻ്റെ, സുന്നികൾക്കിടയിലെ സലഫിവൽക്കരണം. അത് സലഫിവൽക്കരണം എന്ന് പറഞ്ഞാൽ സലഫി അവരൊരു സംഘടനയായിട്ട് അവർ ഇതായിട്ട് മാത്രം അല്ല ചെയ്യുന്നത്. അവർ ചില മുസ്ലിം സമൂഹത്തിന് ഒന്നായിട്ട് സലഫിവൽക്കരിക്കും. പിന്നെ സംഘടനകൾ ഓരോരോ സംഘടനകളും സലഫിവൽക്കരിക്കുകയും ചെയ്തപ്പോഴാണ് അതും ഇവർക്കിടയിൽ തന്നെ ഇത് അറിയാത്തവരൊന്നുമല്ല, ഇവർക്കിടയിൽ ഇത് പ്രശ്നമുണ്ടായിരുന്നു എന്ന് പോലും പഠിക്കേണ്ടതാണ്. അതിൽ നമുക്ക് വരാവുന്നതാണ്. നമുക്കത് ഈ ഓരോ ജില്ലയിലും ഇത് ഓരോ ജില്ലയിലും ഉണ്ട്. ആലപ്പുഴ ഇത് കഴിഞ്ഞാൽ ഇപ്പം എറണാകുളത്തെത്തുമ്പോൾ 2 പ്രശ്നമുണ്ട്. എറണാകുളത്തെത്തുമ്പം ഈ ഷിയാക്കൾക്കിടയിലുള്ള അവാന്തര വിഭാഗങ്ങൾ വേറെയുണ്ടല്ലോ. ഷിയാക്കൾക്കിടയിലുള്ള അവാന്തര വിഭാഗങ്ങൾ കേരളത്തിൽ ഇതല്ലാണ്ട് തന്നെ ഇപ്പം നമ്മൾ മുഖ്യധാര ഷിയാക്കൾ എന്ന് പറയാവുന്നത് ഇമാമിയ അല്ല എന്ന് പറയുന്ന ഇസ്നാശരിയ ഷിയാക്കൾ 12 ഇമാമുമാരെ അലിയാർ മുതൽ അലി കറമല്ലാഹു വജ്ഹു മുതൽ തുടങ്ങിയിട്ട് ഇമാം മഹദി വരെയുള്ള 12 ഇമാമുമാരെ അംഗീകരിക്കുന്നവർ അല്ലാതെ ഈ പിന്നെ ദാവൂദി ബോറ എന്ന് പറഞ്ഞ ബോറകളാണ് ഇവിടെ നേരത്തെ തന്നെ വന്നിട്ടുള്ളത്. കാരണം അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ അവർ ഗുജറാത്തിൽ നിന്നാണ് വരുന്നത്. അവർ കൂടുതലും ഉള്ളത് ഗുജറാത്തിലാണ്, മഹാരാഷ്ട്രയിലും മഹാരാഷ്ട്ര എന്ന് പറഞ്ഞുകൂടാ, പഴയ ബോംബെ, ഗുജറാത്ത്. അപ്പം ഇവർ ഒരു വ്യാപാര കമ്മ്യൂണിറ്റിയാണ്. അപ്പം ഈ പണ്ട് രാജാക്കന്മാരുടെ കാലത്ത് ഒരു പ്രത്യേക ഘട്ടത്തിൽ ഈ പിന്നെ എന്താ പറയുക, നഗരങ്ങൾ ഇങ്ങനെ പ്ലാന്റ് സിറ്റി ഉണ്ടാക്കാനും നഗരങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ തുടങ്ങിയ സമയത്ത് ഈ കച്ചവട സൊസൈറ്റികളെ, കച്ചവട സമുദായങ്ങളെ നേരിട്ട് കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ട് ഇവർക്ക് ഇത് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഗുജറാത്തികൾ എത്തുന്നത്, ഈ സിന്ധികളെത്തുന്നത്. പിന്നെ അതുപോലെ തന്നെ ഗുജറാത്തികൾ എത്തിയിടത്തൊക്കെ മുസ്ലിം ഗുജറാത്തികളെയും കാണാം. കച്ചിമേമൻ സമുദായം, അത് പിന്നെ ഈ പറയുന്ന പോലെ കൊച്ചിയിലും ഉണ്ട്. കൊച്ചിയിൽ മട്ടാഞ്ചേരി ഭാഗത്ത് കച്ചിമേമന്മാരുണ്ട്. ഇതേപോലെ തന്നെ എത്തുന്നവരാണ് ബോറകൾ. ഇവിടെ കോഴിക്കോട് ബോറ സമുദായമുണ്ട്, അവർക്കിവിടെ പള്ളിയുണ്ട്. അതേപോലെ തന്നെ കൊച്ചിയിൽ ബോറ ഉണ്ട്. ഈ ആലപ്പുഴയിലും ബോറ സമുദായം, ബോറൻ്റെ പള്ളിയുണ്ട്. അപ്പോൾ കൊച്ചിയിൽ ബോറ ഇത് അല്ലാണ്ട് തന്നെ ഇസ്നാശരി സിയാക്കൾ പിന്നെ കൊച്ചിയിൽ ഇപ്പോൾ ഉള്ളത് എന്താ വെച്ചാൽ നമ്മുടെ ഈ
ആ എന്താണ് കാശ്മീരിൽ നിന്ന് വന്ന ഇവരടക്കം കാശ്മീരിൽ നിന്ന് വന്നവർ, അതല്ലാണ്ട് ഉത്തരേന്ത്യയിലെ പല ഭാഗത്തുനിന്ന് കാശ്മീരിൽ നിന്ന് ഈ പിന്നെ കരകൗശല സാധനങ്ങളുടെ കച്ചവടത്തിന് വേണ്ടി വേണ്ടിയിട്ട് മട്ടഞ്ചേരി കേന്ദ്രീകരിക്കുന്ന ഒരു സംഘം ആൾക്കാരുണ്ട്. അതല്ലാണ്ട് തന്നെ ഉത്തരേന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടെ ടൗണിലെത്തിയിട്ട് പിന്നെ കൊച്ചി ടൗണിലെത്തിയിട്ട് കൊച്ചിയിൽ താമസിക്കുന്ന ആൾക്കാരുടെ ഇവിടെ ഒരു സംഘം ചേർന്നിട്ട് അവർ നേരത്തെ തന്നെ അവിടെ ഒരു സംഘം ഷിയാക്കൾ നേരത്തെ ഉണ്ട്. അത് അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കൊച്ചി സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അങ്ങോട്ടേക്ക് തിരിയുന്നതിൻ്റെ അവിടെ ഒരു കട്ടായി എന്ന് പറഞ്ഞിട്ട്, കട്ടായി സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് ഒരു കരകൗശല വലിയൊരു ആനേൻ്റെ പ്രതിമയൊക്കെ റോഡ് സൈഡിലേക്ക് ഇറക്കി വെച്ചിട്ടുള്ള വലിയൊരു 3 പിന്നെ ഷട്ടർ വലുപ്പത്തിലുള്ള വലിയൊരു കട ഉണ്ടായിരുന്നു അവിടെ കട്ടായി. ഇയാൾ പിന്നെ ഇതാണ് കാശ്മീരിയാണ്, പക്ഷെ മൂപ്പര് ഇവിടുന്ന് തിരൂരിൽ നിന്നും കല്യാണം കഴിച്ചിട്ടുണ്ട്. മൂപ്പര് ഒക്കെ ഇങ്ങനെ ഇവരൊക്കെ ചേർന്നിട്ടും പിന്നെ ഈ മട്ടാഞ്ചേരിയുള്ള കച്ചവടത്തിന് വന്ന ഒരുപാട് ആളുകൾ ചേർന്നിട്ട് അവിടെ ഒരു ഷിയ കമ്മ്യൂണിറ്റി, ഇസ്നാശ്ശേരി ഷിയ കമ്മ്യൂണിറ്റി, മുസ്ലിങ്ങൾ ചില മലയാളികളല്ലാത്ത ഉത്തരേന്ത്യക്കാരായൊരു ഇസ്നാശ്ശേരി കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിട്ട് സ്ഥാപിച്ച ഒരു പള്ളിയാണ്. അവർക്കും പിന്നെ ഈ മലയാളി മുസ്ലിങ്ങൾ എന്തെങ്കിലും മലയാളി മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്ന് ഈ മലയാളി ഷിയാക്കൾ ഉണ്ടായി വരികയാണെങ്കിൽ അവർക്കും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു പള്ളിയാണ്. ഇപ്പം ആ കൊച്ചി രവിപുരത്ത് സൗത്ത് അങ്ങോട്ട് കഴിഞ്ഞിട്ട് രവിപുരത്ത് ആലുർ റസൂൽ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഫൗണ്ടേഷനിൽ ഒരു 3 നിലയിലുള്ള ചെറിയൊരു പള്ളി എന്നല്ല അവർ പറയുന്നത്, മസ്ജിദ് അല്ല, അവർ ഇമാംപാറ എന്നാണ് പറയുന്നത്. ഇമാംപാറ ഷിയാക്കളുടെ പൊതുവെ രീതിയിലാണ്. അങ്ങനെ ഒരു ചെറിയ ഇമാംപാറ കൊച്ചിയിലുണ്ട്. 3 നിലയുള്ള ഒരു സ്ഥാനമാണ്. ഏറ്റവും മുകളിൽ മൗലാന താമസിക്കുന്നുണ്ട്. ഏറ്റവും താഴെയാണ് ഈ ഉറുദു ബേസ് ചെയ്തിട്ടുള്ള പിന്നെ ഷിയാക്കളും അവരുടെ പിന്നെ ജുമയൊക്കെ നടക്കുന്നത്. അതിൻ്റെ 2ാം നില അവരിപ്പോഴും സൂക്ഷിച്ചിരിക്കുന്നത് പിന്നെ ഈ മലയാളി ഷിയാക്കൾ അത്യാവശ്യം കുറച്ച് ആൾക്കാർ. ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് വരുന്നവർ, എറണാകുളം ജില്ലയിൽ ഒരു 4-5 ആൾക്കാർ പല ഭാഗത്തായിട്ടും, കൊച്ചിയിൽ പല ഭാഗത്തായിട്ടും ഒക്കെ 5-10 ആൾക്കാരുണ്ട്. ഇവരും ആലപ്പുഴയിൽ നിന്ന് വരുന്നവരൊക്കെ കൂടിയിട്ട് ഈ പറയുന്ന പ്രധാനപ്പെട്ട മജ്ലിസുകളൊക്കെ അവിടെ നടത്താറുമുണ്ട്. ഇത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തൃശ്ശൂരേക്ക് വരുവാണെങ്കിൽ തൃശ്ശൂരുള്ള രസം എന്താ വെച്ചാൽ, തൃശ്ശൂർ നമ്മൾ ഈ പറയുന്ന പിന്നെ ഈ പുലികളി ഉണ്ടല്ലോ, പുലിക്കളിയുടെ ചരിത്രം ഇതുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ് എന്ന് എഴുതൊക്കെ. ഇവിടെ കേരളത്തിലെ ഒരു 4-5 വർഷം മുമ്പ് സ്ത്രീകളാദ്യമായിട്ട് പുലിവേഷം കെട്ടിയിരുന്ന കൊല്ലം ഓർമ്മ ഉണ്ടല്ലോ. സ്ത്രീകൾ ആദ്യമായിട്ട് പുലിവേഷം കെട്ടിയതിന് ശേഷം ആ ആഴ്ചയിൽ ഇറങ്ങിയ മാധ്യമം ആഴ്ചപ്പതിപ്പിൽ ഈ സജ്ജിദ മഠത്തിൽ ഈ പുലികളിയെക്കുറിച്ചിട്ടൊരു സ്ത്രീകൾ പുലിവേഷം കെട്ടിയതിനെ കുറിച്ചിട്ടൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. അതിലിവർ ഒരു കേരളത്തിലെ ഫോക്ലോർ ചരിത്രത്തിലുള്ളൊരു പുസ്തകം കോട്ട് ചെയ്തിട്ട് ഇവർ പറയുന്നുണ്ട്. ഇത് ഇങ്ങനെ ഈ പണ്ട് പിന്നെ പട്ടാളത്തിൻ്റെ കാലത്ത് ഇവിടെ നല്ലോണം ഈ പിന്നെ പുറത്തുനിന്ന് വന്ന പട്ടാളക്കാർ ഇവരുണ്ടായിരുന്നു. പിന്നെ തൃശ്ശൂരിൽ ഈ മുഹറം 10-ൻ്റെയൊക്കെ ആചാരങ്ങൾ, ഇത് മുഹറം 10-ൻ്റെയൊക്കെ വിലാപയാത്ര അത്ര സംഗതികളൊക്കെ നടത്തിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഈ വിലാപയാത്ര സംഗതിയൊക്കെ നടക്കുമ്പോൾ പുലിവേഷം കെട്ടിയ ആളുകൾ ഇതിൻ്റെ മുമ്പിലുണ്ടായിരുന്നു. പിന്നെ മുസ്ലിം നവോത്ഥാനം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സംഗതികൾ നിരോധിച്ചിട്ട് ഇത് നടപ്പിലാക്കാതെ വന്നപ്പം മുസ്ലിങ്ങൾ ഇതിലേക്ക് താല്പര്യമില്ലാതെ മുസ്ലിങ്ങൾ ഈ പരിപാടികൾ മുഴുവൻ ഉപേക്ഷിച്ചപ്പോൾ ഈ പുലി വേഷം കെട്ടൽ മാത്രം അവിടുത്തെ ഹിന്ദു സമുദായത്തിലുള്ള ആളുകളെ ഏറ്റെടുത്തിട്ട് അവർ ഈ പുലിവേഷം കെട്ടൽ മാത്രം അവരെ ഏറ്റെടുത്തിട്ട് അവർ കൊണ്ടു നടക്കുകയാണ് എന്ന് സജിത മഠത്തിൽ ഈ സ്ഥാനത്തിൽ എഴുതിയിട്ടുണ്ട്. ശരി. അങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ മലപ്പുറം ജില്ലയിലേക്ക് കിടന്നാൽ, മലപ്പുറം ജില്ലയിൽ നമ്മൾ പറയുന്ന ഈ പിന്നെ പൊന്നാനി കൊണ്ടോട്ടി തങ്ങന്മാരെ കേന്ദ്രീകരിച്ചിട്ടുള്ള ആരോപണം ഒരു ചർച്ചയുണ്ട്. ചർച്ചയിൽ വേറെ ഭയങ്കര രസമുള്ള സംഭവങ്ങൾ അതിൽ വേറെ ഉണ്ട്. നമ്മൾ ഈ ചർച്ചയിലുള്ളൊരു പ്രശ്നം, ആ ചർച്ചയിലുള്ള ഈ പൊന്നാനി കയ്യും കൊണ്ടോട്ടി കയ്യും തമ്മിലുള്ളൊരു പ്രശ്നത്തിലുള്ളത് എന്താ വെച്ചാൽ, കൊണ്ടോട്ടിക്കാർ ഒരിക്കലും അവർ ഷിയാക്കളാണെന്ന് ഏറ്റു പറയാൻ തയ്യാറായിട്ടില്ല. അവരത് പിന്നെ ഞങ്ങൾ ഷിയാക്കളല്ല എന്ന് പറയുക ചെയ്തത്. അവർ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. കാരണം ആ ഒരു അവസാന ഘട്ടത്തിൽ 2 സംഭവങ്ങളുണ്ട്. അവർ അവസാന ഘട്ടത്തിൽ ഇത് ഒത്തുതീർപ്പിന് വരെ തയ്യാറായി. അതിലുള്ള ഏറ്റവും രസകരമായൊരു സംഭവം ഉള്ളതെന്ന് വെച്ചാൽ, പൊന്നാനി കയ്യിൻ്റെ ഭാഗത്ത് നിന്ന് ഷിയാക്കളാണെന്ന് ആരോപിക്കാനും ഷിയാക്കളെ എതിർക്കാനും വേണ്ടി മുമ്പോട്ട് വന്നത് മുഴുവൻ പണ്ഡിതന്മാരും തങ്ങന്മാരുമാണ്. പ്രധാനമായിട്ട് പണ്ഡിതന്മാരാണ്. പിന്നെ മക്തൂമി പണ്ഡിതന്മാരും അവർ പിന്നെ പറയുന്നത് പിന്നെ ജിഫ്രി തങ്ങന്മാരും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ്. ജിഫ്രി തങ്ങന്മാരും മക്തൂമികളും ആണ്. എന്നാൽ കൊണ്ടോട്ടിക്കാരെ ഭാഗത്തുനിന്ന് സാധാരണക്കാരാണ്. നമ്മൾ ഒരു പറച്ചിലുണ്ടല്ലോ നാടന്മാരെന്ന്, നാടന്മാരാണ് പിന്നെ കൊണ്ടോട്ടിക്കാരെ ഭാഗത്തുനിന്ന് മുമ്പോട്ട് വരുന്നത്. ഈ വാദപ്രതിവാദങ്ങൾ പോലും പലതും നടക്കുന്നുണ്ട്. കാരണം പിന്നെ ഇതിനെ പറ്റിയിട്ട് പോലും എന്താണ് നമ്മളെ പിന്നെ സുജൂദ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, കല്ലുമ്മ സുജൂദ് ചെയ്യുന്നല്ല,
ഇവരുടെ ഷെയ്ഖിന് സുജൂദ് ചെയ്യുന്നു കൊണ്ടോട്ടി തങ്ങളപ്പം അപ്പോൾ അത് ത്വരീഖത്തായിരുന്നു ശരിക്കും. അവർ പറയുന്നത് അവർ ത്വരീഖത്തെന്നാണ്. അവർ പറയുന്നത് അവർ നക്ഷബന്ദി തെരീക്കത്തിൻ്റെ നക്ഷബന്ദി ചിസ്തി തെരീക്കത്തിൻ്റെ ഇതാണ്. അപ്പം ഈ പിന്നെ മുഹമ്മദ് ഷാ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് തന്നെ മൂപ്പരെന്താ വെച്ചാൽ ബോംബെയിൽ നിന്നാണ് വരുന്നത്. ബോംബെയിലെ കല്യാണിലുള്ള കറം അലി എന്ന് പറയുന്ന ഒരു ത്വരീഖത്ത് ഷെയ്ഖിൻ്റെ ശിഷ്യനായിട്ടാണ്, ഖലീഫയായിട്ടാണ് മൂപ്പർ ഇങ്ങോട്ട് വന്നത്. അത് നക്ഷബന്ദി ചിസ്തി 2 തെരീക്കത്തുകളുടെയും കൂടിയിട്ടുള്ള ഇതാണ്, അതിൻ്റെ ആളുകളാണ് എന്നാണ്, അതാണ് ഞങ്ങളെന്നാണ് അവർ അവകാശപ്പെട്ടിട്ടുള്ളൂ. പിന്നെ അവർക്കെതിരെ ഇവിടെ നിന്ന് വന്ന ആരോപണം ഇവരുടെ രീതികൾ പലതും ഷിയ രീതികളാണ്. അപ്പോൾ ഇവരുടെ പിന്നെ ഷെയ്ഖിനെ സുജൂദ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഭയങ്കര ഇത് വന്നു. പിന്നെ ഭയങ്കര രസമുള്ള ആരോപണങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇവരുടെ മുഴുവൻ രീതികൾ മുഴുവൻ ഷിയ രീതിയാണ്. ഇവർ കഞ്ചാവ് വലിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഷിയാക്കൾ കഞ്ചാവ് വലിക്കും എന്നാണോ? അപ്പോൾ അങ്ങനത്തെ തർക്കം ഉണ്ടാക്കി. ഈ തർക്കത്തിൽ ഈ നാടന്മാരായിട്ടുള്ള ആളുകൾ തന്നെയാണ് ഇവരുടെ ഭാഗത്ത്. അതിൻ്റെ വീട്ടുപേരൊക്കെ എപ്പോഴും ഉണ്ട്. ആ വീട്ടുപേരുള്ള കുടുംബങ്ങളൊക്കെ എപ്പോഴും അവിടെ ഉണ്ട്. അവർ ഇതിൽ നാടന്മാരായിട്ടുള്ള ആളുകൾ, മുസ്ലിയാരെന്ന് പോലും പേരിൻ്റെ പിന്നിലില്ലാത്ത ആൾക്കാരാണ് ഈ വാദപ്രതിവാദത്തിന് വരുന്നത്. വാദപ്രതിവാദത്തിൽ പലപ്പോഴും ഇവർ ജയിക്കുക തന്നെയാണ് ചെയ്തത്. കൊണ്ടോട്ടിക്കൈ അതെന്ന് വെച്ചാൽ സുജൂദിൻ്റെ ഒക്കെ പ്രശ്നത്തിൽ അവരുടെ വാദം സുജൂദുണ്ട്. ഇപ്പം പിന്നെ ഇലാഹാണ് എന്ന് വിചാരിച്ചിട്ട് ആരാധിക്കാൻ വേണ്ടിയിട്ടുള്ള സുജൂദ് അല്ലാത്ത സുജൂദ് തന്നെ ഉണ്ടല്ലോ. അപ്പോൾ അതിന് അവർ ഉദാഹരണമായിട്ടൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ യൂസുഫ് നബി സ്വപ്നം കാണുന്നുണ്ട്. പിന്നെ മൂപ്പരുടെ വാപ്പയും ബാക്കിയുള്ളവർ മുഴുവൻ വന്നിട്ട് മൂപ്പരെ സുജൂദ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ സുജൂദ് ചരിത്രത്തിൽ വന്നിട്ടുണ്ട്. സുജൂദ് വേറെ സുജൂദുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ഇവർ വാദപ്രതിവാദത്തിൽ ഇവർ ജയിച്ച് നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇവർ പെട്ടെന്നൊരു ദിവസം ഞങ്ങൾ തർക്കത്തിനില്ല എന്ന് പറയുന്നത്. ഈ കൊണ്ടോട്ടിക്കൈ തർക്കത്തിനില്ല, ഞങ്ങൾ പിന്മാറുകയാണെന്ന് പറയുന്നു. പിന്മാറുകയെന്ന് പറഞ്ഞപ്പോൾ മറ്റവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഷഹാദത്ത് ചൊല്ലണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഷഹാദത്ത് ചൊല്ലി സുന്നികളായി തിരിച്ചു പോകാൻ വേണ്ടി തീരുമാനിച്ചു. ഇവർ തർക്കത്തിന് നിന്നില്ല. പക്ഷേ അതിലൊരു ഭയങ്കര രസകരമായ സംഭവം ഉള്ളത് 1792 തോന്നുന്നത്. 1792 ഒന്നാം ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം വയനാട് ഒഴികെയുള്ള മലബാർ മുഴുവൻ ബ്രിട്ടീഷുകാർക്ക് ടിപ്പു സുൽത്താൻ കൊടുക്കുന്നത്. ഈ ടിപ്പു സുൽത്താൻ ഇത് കൊടുത്തതിന് ശേഷം 1800 തുടക്കത്തിൽ ഇത് വയനാട് മലബാർ ബ്രിട്ടീഷുകാരെ ഏറ്റെടുത്ത ശേഷം 1800 തുടക്കത്തിൽ ആദ്യം നടക്കുന്ന പിന്നെ സെൻസസ് ഉണ്ട്. മലബാറിൽ നടക്കുന്ന ഫസ്റ്റ് സെൻസസിൽ, ആദ്യത്തെ സെൻസസിൽ കൊണ്ടോട്ടി മുതൽ നമ്മളെ ഇങ്ങേ ഭാഗത്തേക്ക് പോയാൽ അരീക്കോട് വരെയും, നേരെ പോയാൽ മുള്ളിയാക്കുറിശി വരെയും, അത് മുള്ളിയാക്കുറിശി വരെ മാത്രമല്ല പാലക്കാട് പുതുനഗരം വരെയും ഉള്ള പ്രദേശങ്ങളിലെ സുന്നികൾ ഷിയാക്കൾ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് കണക്കുള്ളത്. എത്ര ഡിഫറൻസ് ഉണ്ട്? നല്ല ഡിഫറൻസ് ഉണ്ട്. നല്ല ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 60-40% സുന്നികൾ ഷിയാക്കൾ എന്ന് പറഞ്ഞിട്ടാണ് ഇവരുടെ ആദ്യ സെൻസസിലുള്ളത്. അങ്ങനെയാണ്. എന്നിട്ട് തമാശ എന്താ വെച്ചാൽ ഈ കൊണ്ടോട്ടിക്കാർക്ക് സംശയം, പിന്നെ ഞങ്ങളെ ഷിയാക്കളായിട്ടാണോ കൂട്ടിയത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ഷിയാക്കളായിട്ട് കൂട്ടിയത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് കൊണ്ടോട്ടി തങ്ങന്മാരുടെ നേതൃത്വത്തിൽ ഇതിനെതിരെ കേസിന് പോയി. പിന്നെ മദ്രാസ് വരെ ഇവർ കേസിന് പോയിട്ട് ഇവർ ഷിയാക്കളല്ല എന്ന് തന്നെ ഇവർ വിധി വാങ്ങി വന്നിട്ടുണ്ട്. അങ്ങനെ വരെ ഇവർ ഷിയ ആരോപണത്തിനെ തള്ളിക്കളയാൻ ആണ് അവർ നോക്കിയത്. അങ്ങനത്തെ ഒരു പ്രശ്നം അതിലുണ്ട്. ഈ സംഗതി വേണമെങ്കിൽ നമ്മുടെ ഹുസൈൻ രണ്ടത്താണിൻ്റെ ഈ മലബാർ പഠനം മൂപ്പരുടെ തീസീസും കൂടെയാണ്, PhD തീസീസാണ്. അതിൻ്റെ ആദ്യ ഭാഗത്ത് ഈ സെൻസസ് കോട്ട് ചെയ്യുന്നുണ്ട്. സെൻസസിലെ കൃത്യ എണ്ണം കോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ മലബാറിലെ ഈ ബ്രിട്ടീഷുകാർ ഇവിടെ ആദ്യമായിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് വന്നിട്ട് മലബാറിൽ ആദ്യമായിട്ട് സെൻസസ് നടത്തിയപ്പം ഷിയാക്കളെന്നും സുന്നികളെന്ന് തന്നെ രേഖയുണ്ട്. ഷിയാക്കളാണെന്ന് പറയാൻ അവർക്ക് ഇപ്പോഴും ആ പ്രശ്നമുണ്ട്. ഞാനിതിൻ്റെ ഇടക്കാലത്ത് പിന്നെ തങ്ങളായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞ അല്ല, ഞങ്ങൾ ഷിയാക്കളല്ല, മൂപ്പര് പറഞ്ഞതിൽ ഒന്ന് ഭയങ്കര കൃത്യമാട്ടോ. ഒരു പറഞ്ഞ് ഞങ്ങൾ ഷിയാക്കളായിരുന്നെങ്കിൽ ഷിയ കേന്ദ്രങ്ങളിൽ എവിടെ ചെന്നാലും നിങ്ങൾക്ക് ഹുസൈൻ എന്നുള്ള ലിഖിതങ്ങളും ആലേഖനം ചെയ്യപ്പെട്ട സാധനങ്ങളും മുദ്രാവാക്യവും കാണാമല്ലോ. ഇവിടെ അതില്ലല്ലോ, കൊണ്ടോട്ടിയിൽ എവിടെയും അതില്ലല്ലോ എന്ന് മൂപ്പര്. അത് കറക്റ്റാണ്. പക്ഷേ അവിടുന്ന് അങ്ങോട്ട് വേറെ ഭയങ്കര സാധനങ്ങൾ അതിൽ വേറെയും കിടക്കുന്നുണ്ട്. അതെന്താ വെച്ചാൽ നമ്മളുടെ ആ KK മുഹമ്മദ് അബ്ദുൽ സത്താർ ഭയങ്കര രസമുള്ളൊരു ഇത് പറയുന്നുണ്ട്. കൊണ്ടോട്ടി ഭാഗത്തു നിന്നല്ല, കൊണ്ടോട്ടിയിൽ ഒരിക്കലൊരു കൊണ്ടോട്ടിയിലെ വിദ്യാഭ്യാസം മൂപ്പര് അബ്ദുൽ സത്താറിൻ്റെ മറ്റേ പുസ്തകം ഉണ്ടല്ലോ, കൊണ്ടോട്ടി ചരിത്രം സമൂഹം എന്ന് പറഞ്ഞിട്ട് വലിയ പുസ്തകം ഉണ്ടല്ലോ. അപ്പോൾ അതിലൊരു സംഭവം വിശദീകരിക്കുന്നുണ്ട്. അതിൽ കൊണ്ടോട്ടിയിൽ ആദ്യമായിട്ട് ഇത് വന്നു.
വിദ്യാഭ്യാസ ഓഫീസർ DO ഇന്ന് DO ഒക്കെ വരുമ്പോൾ ആ കാലത്ത് വിദ്യാഭ്യാസ ഓഫീസർ സ്കൂൾ പരിശോധിക്കാൻ വന്നു. സ്കൂൾ പരിശോധിച്ചിട്ട് ഇങ്ങനെ കുട്ടികളുടെ പേര് ചോദിച്ചു പോകുമ്പോൾ ഒരു കുട്ടിയുടെ പേര് ചോദിച്ചപ്പോൾ ഗുലാം ഹുസൈൻ എന്ന് പറഞ്ഞു. കൊണ്ടോട്ടിയിലെ ഒരു കുട്ടിയുടെ പേര് ഗുലാം ഹുസൈൻ എന്ന്. ഇയാളിത് ഭയങ്കര പ്രശ്നമാക്കി എടുത്ത് ഇയാളത് പറ്റില്ല, അത് സിയാക്കളിടുന്ന പേരാണ്, പേര് മാറ്റണം എന്ന് പറഞ്ഞ് കുട്ടീൻ്റെ വാപ്പാനെ വിളിച്ചു വരുത്തിയിട്ട് പേര് മാറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് വേറെ പേരിലാണ് മമ്മൈസ അങ്ങനെ എന്തോ ഒരു പേരിലാണ് ഇയാൾ അറിയപ്പെട്ടത്. അത് മുഹമ്മദ് ഷാ വേറെ പേരിലേക്ക് ഇയാളെ പറ്റിയിട്ട് പിന്നെ ഈ പുസ്തകത്തിൽ പിന്നെ KK മുഹമ്മദ് അബ്ദുൽ സത്താറിൻ്റെ പുസ്തകത്തിൽ അബ്ദുൽ സത്താർ അത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ കക്ഷി അവിടുത്തെ വലിയ ട്രേഡ് യൂണിയൻ നേതാവായിട്ട് വന്നു. പിന്നീട് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ കൂടെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ആളായിട്ട് വന്ന് മുഹമ്മദ് അബ്ദുൾ സാഹിബിൻ്റെ പോയതിന് ശേഷം പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനമൊക്കെ ആയിട്ട് അങ്ങനെ മാറിയൊരു കക്ഷിയാണ്. അപ്പോൾ അയാളുടെ ആദ്യത്തെ പേര് ഈ ഗുലാം ഹുസൈൻ തന്നെയല്ല. അവിടെ 1-2 ഗ്രാമങ്ങളിൽ തന്നെ ടിപ്പിക്കൽ സുന്നികൾ ടിപ്പിക്കൽ ഷിയാക്കൾ ഉണ്ടായിരുന്ന സ്ഥലം ഉണ്ടായിരുന്നു. ആ ഗ്രാമത്തിൻ്റെ പേര് എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല, ഞാനത് മറന്നു. ഞാൻ ഇന്നലെ ഒരാളോട് ചോദിക്കണം എന്ന് വിചാരിച്ചു. അയാളെ രാത്രി ഒരുപാട് വിളിച്ചിട്ട് കിട്ടിയില്ല. ഒരു ടിപ്പിക്കൽ ഗ്രാമം മൊത്തം ഷിയാക്കളായിട്ട് തന്നെ പിന്നെ ആൾക്കാർ പ്രാക്ടീസ് അവരെ ഈ കൊണ്ടോട്ടി തങ്ങന്മാർ നന്നായിട്ട് സഹായിക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്തിട്ട് ഇവരിതല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു സംഗതികളുണ്ട്. ഇപ്പോൾ കോഴിക്കോട് വന്നാൽ കോഴിക്കോട് സംഭവം നമ്മൾ പറഞ്ഞു. കോഴിക്കോട് കൂടാരപ്പുര ജംഗ്ഷനും കൂടാരപ്പുര എന്ന് പറഞ്ഞ ഈ സാധനം ഇതിപ്പോൾ തന്നെ ഉണ്ട്. ഈ കണ്ണൂരിലേക്ക് അങ്ങോട്ട് കടന്നാലുള്ള സംഭവം എന്ന് വെച്ചാൽ കണ്ണൂർ ഇവിടുന്ന് അങ്ങോട്ട് തലശ്ശേരിയിലേക്ക് നമ്മൾ ആദ്യം കടക്കുമ്പോൾ തലശ്ശേരിയിൽ ആദ്യം കടക്കുമ്പോഴുള്ള ആ സെയ്താർ പള്ളി ഉണ്ടല്ലോ, തലശ്ശേരി ടൗണിലേക്ക് കടക്കുമ്പോൾ ആദ്യത്തെ പള്ളി സെയ്താർ പള്ളി. സെയ്താർ എന്ന് പറഞ്ഞാൽ ശ്രോതാക്കളാണ്. അത് ശ്രോതാക്കളാണ്. കാരണം ആ കാലത്ത് മറ്റവരുമായിട്ടുള്ള യുദ്ധത്തിലും ഡച്ചുകാരുമായിട്ടുള്ള പിന്നെ പോർച്ചുഗീസുകാരുമായിട്ടുള്ള യുദ്ധത്തിലും നന്നായിട്ട് കൊല്ലപ്പെടുന്നുണ്ടല്ലോ. ഈ ശ്രോതാക്കളുടെ പള്ളി കഴിഞ്ഞാൽ സെയ്താർ പള്ളി കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തെ പള്ളി ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ലാൽ ഷഹബാസ് മസ്ജിദ്. അവിടെ ലാൽ ഷഹബാസ് മസ്ജിദ് നമ്മുടെ മറ്റേ പിന്നെ ഖവാലി ഉണ്ടല്ലോ, ലാൽ കലന്തർ. ലാൽ ഷഹബാസ് കലന്തറിൻ്റെ ഒരു മക്കാമുണ്ട് ഇവിടെ ഈ ലാൽ ഷഹബാസ് പള്ളിയിൽ. സെയ്താർ പള്ളി കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് കിടക്കുന്ന പള്ളി അത് വേറെ എവിടെയുമില്ലേ ഉണ്ട്. വേറെ 4 സ്ഥലത്ത് മൂപ്പരുടെ മക്കാമാണ്, ഖബറല്ല, മക്കാമാണ്. ഇവിടെ മൂപ്പരുടെ തലപ്പാവുണ്ട് ഇവിടെ സ്ഥിരമായിട്ട് ഇപ്പോഴും വെച്ചാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ ഷഹബാസ് മസ്ജിദ് പള്ളിയിൽ ആളുകൾ നിരന്തരം സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നതാണ് മൂപ്പര മക്കാമിൽ. മൂപ്പര മക്കാമിൽ ഞാൻ ഇടയ്ക്ക് പോകാറുണ്ട്. മൂപ്പര മക്കാമിൽ ഒരു പിന്നെ ഓറഞ്ച് കളറിലുള്ള ഒരു തലപ്പാവ് അവിടെ ഉണ്ട്. വൈകുന്നേരം വരെ ദിവസവും സന്ദർശകരുള്ള സ്ഥലമാണ് അവിടെ. അവിടത്തെ പറ്റിയിട്ട് പറയുന്നത് തലശ്ശേരിയുടെ ഗതകാല തലശ്ശേരി എന്ന് പറഞ്ഞിട്ട് തലശ്ശേരിയുടെ ചരിത്രം എഴുതിയൊരു പിന്നെ സുബൈർക്കുണ്ട്, അറിയാമെന്നറിയില്ല. അങ്ങനെ സുബൈർ അത് മൂപ്പര് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമാണ്. മൂപ്പര് ചില്ലറക്കാരനല്ല, മൂപ്പര് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷ് വിഭാഗത്തിൻ്റെ തലവനായിരുന്നു. പിന്നെ സുബൈർ അലത്താമ്പുരയിൽ എന്ന് പറഞ്ഞിട്ടാണ് മൂപ്പര് ഫേസ്ബുക്കിൽ മൂപ്പര് വളരെ സജീവമായിട്ടുള്ള ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരേപോലെ തരുന്ന മൂപ്പര് തലശ്ശേരിയുടെ ചരിത്രം എഴുതിയിട്ടുണ്ട്. അപ്പം അതിൽ മൂപ്പര് പറയുന്നത്, മൂപ്പര് ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഈ കേരളത്തിൽ ഈ നിരവധി പിന്നെ ഇതുണ്ടല്ലോ പിന്നെ തെരീക്കത്ത് സംഘങ്ങൾ വന്നിട്ടുണ്ടല്ലോ. ഇതിൽ ഈ സുന്നി തെരീക്കത്ത് സംഘങ്ങളാണ് പിന്നെ കൂടുതലും ഉള്ളത്. കൂടുതൽ ഏതാണ്ട് മുഴുവൻ എന്ന് പറയാവുന്നതിൽ സുന്നി തെരീക്കത്ത് പിന്നെ സുന്നികളായിട്ടുള്ള ആളുകളാണ്. എന്നാൽ ഈ ഷഹബാസ് കലന്തറിൻ്റെ ഇത് പിന്നെ ഷിയ തെരീക്കത്തായിരുന്നു. അങ്ങനെ ഷിയ തെരീക്കത്താണ്, അതിന് നല്ലോണം ആളുകൾ ഉണ്ടായിരുന്നു. അതാണ് ഈ ഷഹബാസ് കലന്തറിൻ പള്ളിയായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ ഉള്ളതെന്ന് പറഞ്ഞു. ആ പള്ളിൻ്റെ പേര് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, ഷഹബാസ് കലന്തറിൻ്റെ മക്കാമുണ്ട്. ഭയങ്കര ഇതിലുള്ള പള്ളിയാണ്. ഈ പള്ളി അങ്ങോട്ട് കഴിഞ്ഞിട്ട് പള്ളി ഓക്കെ അതൊരു സാധനം അവിടെ കണക്കുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 10-12 അടി മുന്നോട്ട് വെച്ചാൽ അതിൻ്റെ എതിർവശത്ത് ഇപ്പോഴും അവിടെ മഞ്ചപ്പുര എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ പറയുന്നത് പോലെ ഈ തിരുവനന്തപുരത്തും കോഴിക്കോടത്തെ കൂടാരപ്പുര ഉണ്ട് എന്ന് പറയുന്ന പോലെ മഞ്ചപ്പുര എന്ന് പറഞ്ഞിട്ട് അവിടെ മഞ്ചപ്പുര ഉണ്ട്. ആ മഞ്ചപ്പുര ഞാൻ ഇടയ്ക്ക് പോയി നോക്കാറുണ്ട്. മഞ്ചപ്പുര എപ്പോഴും അവിടെ ഉണ്ട്. അവിടെ മഞ്ചപ്പുര ഉണ്ട്. അവിടെ ഈ പറയുന്നത് പോലെ തന്നെ ഈ അശൂറ ദിനത്തിൽ മുഹറം 10-ന്റെ അശൂറ ദിനത്തിൽ ഈ പിന്നെ ഈ പറയുന്ന വിലാപയാത്രയ്ക്ക് വേണ്ടി ഉള്ള സാധനങ്ങൾ ഇതിൻ്റെ ഈ മഞ്ചം തന്നെ മഞ്ചം മയ്യത്തെട്ടലിന് വേണ്ടി നമ്മളിവിടുന്ന് മഞ്ചം എന്ന് പറയാറുണ്ട്. ഇത്തരം സാധനങ്ങളൊക്കെ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അത് സൂക്ഷിക്കുന്ന ആളുകളും അത് 975 വരെ കണ്ട ആളുകളുണ്ട്. എന്നിട്ട് 975 അവിടെ അവർ തീയിൽ നടത്തം ഉണ്ടായിരുന്നു. തീ കനലിട്ടിട്ട് ഈ ഗ്രൂപ്പ് ഈ ദിവസത്തിൽ 9-10 ദിവസങ്ങളിൽ തീയിൻ്റെ കനലിട്ടിട്ട് കനലൂടെ. കാരണം ഈ മുഹറത്തിൻ്റെ അന്ന് വൈകുന്നേരം, മുഹറം 10-ന്റെ അന്ന് വൈകുന്നേരം പിന്നെ ഹുസൈൻ തങ്ങളെയും ബാക്കിയുള്ളവരെയും ആണുങ്ങളെ മുഴുവൻ
കൊന്നു കഴിഞ്ഞ ശേഷം അവരെ മുഴുവൻ പിന്നെ ശ്രോതാക്കളാക്കി കഴിഞ്ഞ ശേഷം ഇവർ ടെൻറ്റുകൾക്ക് തീയിടുന്നുണ്ട്. ഈ യസീദിൻ്റെ പിന്നെ ബാക്കി ഔലബൈത്തിലെ ബാക്കിയുള്ള സ്ത്രീകളും കുട്ടികളും താമസിച്ചിരുന്ന ടെൻറ്റുകൾക്ക് ഇവർ തീയിടുന്നുണ്ട്. അതിൻ്റെ ഒരു ഇതിനൊക്കെ ആയിട്ട് വന്നവരാണെന്നാണ് ഇവർ ഈ ഇത് നടത്തുന്ന ആൾക്കാർ അങ്ങനെയാണ് ഓർമ്മക്കാണ് നടത്തുന്നവർ പറയല്, തീയിൻ്റെയും കനലിൻ്റെയും ഒരു ഓർമ്മയ്ക്ക്. അപ്പോൾ ഇവിടെ ഈ തീയിലൂടെ കൂടെ നടക്കുന്ന ഒരു ഇതുണ്ടായിരുന്നല്ലോ ഈ തലശ്ശേരിയിൽ. അപ്പോൾ അതിലൊരു കുട്ടി വീണിട്ട് പൊള്ളി. അതോട് കൂടിയിട്ട് 75 അതോട് കൂടിയിട്ട് ഇത് നിർത്തണം എന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാർക്ക് അത് നിർത്തിക്കാനൊരു കാരണമായി ചാടിക്കയറി നിർത്തിച്ചതാണെന്ന് പറഞ്ഞിട്ട് അത് കണ്ട ആൾക്കാർ അവിടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ കണ്ണൂർ ജില്ലയിൽ വേറെ ഒരുപാട് സാധനങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ പോയിട്ട് നമ്മൾ കാസർഗോഡേക്ക് കടന്നാലുള്ള രസം എന്താ വെച്ചാൽ, കാസർഗോഡ് കാഞ്ഞങ്ങാട് ഉണ്ടല്ലോ, കാഞ്ഞങ്ങാട് നഗരസഭയിൽ ഇപ്പോൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഒരു 5-10 കൊല്ലം ഉണ്ടാക്കിയിട്ട് അത് ഉപയോഗിക്കാതെ കിടന്നൊരു പുതിയ ഭയങ്കര ബസ് സ്റ്റാൻഡ് ഉണ്ട് അവിടെ. ഇപ്പോൾ നമ്മൾ ഒറിജിനൽ കാഞ്ഞങ്ങാട് നഗരത്തിൽ നിന്ന് 1.5 കിലോമീറ്റർ ഇപ്പുറത്താണ്. വലിയ ബസ് സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കുമ്പോൾ അത്ര വ്യത്യാസം ഉണ്ടാവുമല്ലോ, 1.5 കിലോമീറ്റർ ഇപ്പുറത്താണ്. ആ സ്ഥലത്തിൻ്റെ പേര് തന്നെ അലാമിപ്പള്ളി എന്നാണ്. സ്ഥലത്തിൻ്റെ പേര് തന്നെ അലാമിപ്പള്ളി എന്നാണ് സ്ഥലത്തിൻ്റെ പേരും അവിടുത്തെ പിന്നെ ഈ പിന്നെ നമ്മളെ SBIൻ്റെ ബ്രാഞ്ചുണ്ട്, SBIയുടെ ബ്രാഞ്ചൊക്കെ അലാമിപ്പള്ളി ബ്രാഞ്ച് എന്നാണ്. അവിടെ അലാമിപ്പള്ളി എന്ന് പറഞ്ഞിട്ടൊരു പള്ളിയുണ്ട്. ഞാൻ ആ പള്ളി കയറി നിസ്കരിച്ചതാണ്. അതിൻ്റെ പേര് ഇപ്പോഴും അലാമിപ്പള്ളി തന്നെ. ആ പള്ളി പക്ഷേ ഇപ്പോൾ DP ഗ്രൂപ്പിൻ്റെ കയ്യിലാണ്, അവരുടെ കയ്യിലെത്തി. ഈ അലാമിപ്പള്ളി ആ പള്ളിയോട് തൊട്ട് ചേർന്നിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കിയതിൻ്റെ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടപ്പുറത്ത് ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്. ഓട്ടോ സ്റ്റാൻഡിൻ്റെ തൊട്ട് ചേർന്നിട്ട് അലാമിക്കുളം എന്ന് പറഞ്ഞിട്ട് കുളം ഉണ്ട്. അതിന് അലാമിക്കുളം എന്നാണ് പറയുക. ഇപ്പം ഈ കാസർഗോഡ് ജില്ലയിലെ ഒരു വിഭാഗം ഈ ആദിവാസികൾ എന്ന് പറയാവുന്ന പഴയ ഒരു ദളിത് ഗ്രൂപ്പ് നടത്തുന്ന ഒരു അനുഷ്ഠാന കലയുണ്ട്, അലാമിക്കളി എന്ന് പറഞ്ഞിട്ട്. അത് യുവജനോത്സവത്തിലൊക്കെ ഇപ്പം മത്സര ഇനമായിട്ട് തന്നെ വരുന്നുണ്ട്. അലാമിക്കളി എന്ന് പറഞ്ഞാൽ കറുത്ത വേഷം ധരിച്ചിട്ട്, കറുത്ത വേഷം മാത്രമല്ല കറുത്ത കരിയും മുഖത്തൊക്കെ കരിയും ഇതൊക്കെ മേത്തു ആകെ കരിയൊക്കെ തേച്ചിട്ട് ഒരു കൂർമ്മം തൊപ്പി വെച്ചിട്ട് നെഞ്ഞത്തടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് വന്നിട്ട് സ്റ്റേജിൽ കയറിയിട്ട് ഇങ്ങനെ ഒരു കരച്ചിലാണ്. ഇത് എന്താ വെച്ചാൽ അലാമി കെട്ടുക എന്ന് പറഞ്ഞിട്ട് അവിടങ്ങളിലൊക്കെ ഒരു നേർച്ചയുണ്ട്. ഈ കാസർഗോഡ് ഭാഗത്തൊക്കെ അലാമി കെട്ടുക എന്ന് പറഞ്ഞിട്ട് നിർത്തി. അത് സംഭവം എന്താ വെച്ചാൽ കുട്ടികൾക്ക് വളരെ ചെറുപ്പത്തിൽ കുട്ടികൾക്ക് ഉണ്ടാകുന്ന പിന്നെ ഈ ചില പകർച്ചവ്യാധി പോലെ ചെറുപ്പത്തിൽ വരുന്ന ചില രോഗങ്ങളുണ്ടല്ലോ. അപ്പം കരപ്പൻ, ഈ കൊക്കക്കൊര, 5-ാം പനി എന്നൊക്കെ പറഞ്ഞിട്ട് ചെറുപ്പത്തിൽ വരുന്ന കുട്ടികൾക്ക് ഉണ്ടാകുന്ന സൂക്കേടുകളിൽ നിന്നൊക്കെ മാറിക്കിട്ടാൻ ഏക്കം വലിവ് പോലത്തെ സംഗതികളൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു നേർച്ചയാണ് വെച്ചാൽ അലാമി കെട്ടിക്കുക എന്ന് പറഞ്ഞാൽ. അലാമി കെട്ടിച്ചോളാം, അടുത്ത കൊല്ലം അലാമി കെട്ടിക്കാന്ന് നേർച്ച വരാം. ഈ അലാമി അടുത്ത കൊല്ലം അത് സൂക്കേട് മാറിയാൽ അടുത്ത കൊല്ലം കുട്ടീനെ കൊണ്ട് അലാമി കെട്ടിക്കാറുണ്ട്. അലാമി കെട്ടുക എന്ന് പറഞ്ഞാൽ ഈ 9-ഉം 10-നും ഓരോ 9-ഉം 10-നും തലയെ കൈ വെച്ച് നിലവിളിച്ചുകൊണ്ട് വീടാന്തരം കയറി ഇറങ്ങിയിട്ട് വെള്ളം ചോദിക്കല. ഈ ഇതിൻ്റെ ഓർമ്മക്ക്, അത് ഓർമ്മത്തിൻ്റെ ഓർമ്മക്ക്, വെള്ളം കിട്ടാത്തതിൻ്റെ ഓർമ്മക്ക്. എന്നിട്ട് വൈകുന്നേരം വരെ നടന്നിട്ട് വീടാന്തരം കയറിയിട്ട് വെള്ളം വാങ്ങി കുടിച്ച് ഇങ്ങനെ നടന്ന് വന്നിട്ട് അവസാനം വരുമ്പോഴാണ് ഈ പിന്നെ ഈ കനലിൽ കൂടെ നടന്നിട്ട് പിന്നെ നേരെ പോയിട്ട് ഈ കുളത്തിൽ മുങ്ങി കുളിച്ചിട്ട് അങ്ങനെയായിരുന്നു ഇവിടുത്തെ അതിലും ഈ അലാമി. അതെങ്ങനെ ഈ ട്രൈബൽ ഗ്രൂപ്പിലെത്തിയത്? അതും ഈ പറഞ്ഞ മുസ്ലിങ്ങൾ ഇത് നിർത്തിയപ്പോയപ്പം അത് ഞാൻ അവിടെ കംപ്ലീറ്റ് നടന്ന് നോക്കിയപ്പം അവിടെ എനിക്ക് മനസ്സിലായത് എന്താ വെച്ചാൽ പല ആൾക്കാരോട് സംസാരിച്ചപ്പോൾ അവിടെ ആ ഓട്ടോ സ്റ്റാൻഡിൽ ഒരു ശശിയേട്ടൻ എന്ന് പറഞ്ഞൊരു കക്ഷിയെ കൊണ്ട് ഇവർക്ക് നന്നായിട്ട് അലാമി പാട്ട് പാടും. ഞങ്ങളന്ന് അവിടെ ഇരുന്നൊരു മുമ്പ് ഒരുപാട് പാട്ടൊക്കെ പാടി. അതിലുണ്ടോ? ഉണ്ട്. അത് പാട്ട് ഭയങ്കര രസമുള്ള ഒരു ഇതുള്ള പാട്ടാണ്. അപ്പോൾ അതിൽ പിന്നെ അപ്പോൾ ഞാൻ ഈ ഇതെങ്ങനെയാണ് നിന്നത്, എന്താ സംഭവം, ഈ ചോദ്യം തന്നെ എങ്ങനെ നിന്നുപോയി, എങ്ങനെയാണ് അവരുടെ കയ്യിലെത്തിയതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ കാഞ്ഞങ്ങാട് ഇങ്ങനെ പലരോടും അന്വേഷിച്ചപ്പോൾ കാഞ്ഞങ്ങാട് ഉണ്ടായിരുന്ന ഒരു സംഭവം എന്താ വെച്ചാൽ പിന്നെ അപ്പോൾ അവിടെ നിന്ന് മനുഷ്യന്മാർ പറയുന്നത് മുഴുവൻ എന്താ വെച്ചാൽ അത് മറ്റൊരു ഈ തുർക്കർ പോയതോടുകൂടി, സായിപ്പർ പോയതോടുകൂടി, തുർക്കർ പോയതോടുകൂടിയിട്ട് അത് നിന്നു എന്നാണ്. അപ്പോൾ ഇവർ സായിപ്പർ എന്നും തുർക്കർ എന്നും പറയുന്നത് ആരെന്ന് വെച്ചാൽ ഹനഫി മദ്ഹബുകാരാണ്. ഹനഫി മതമായിട്ട് അത് ചിലപ്പം മംഗലാപുരം ഭാഗത്തു നിന്നൊക്കെ വന്ന നോർത്ത് ഇന്ത്യൻ ഭാഗത്തുനിന്നൊക്കെ. ഇതിപ്പം നമ്മളെ ഈ തൃശ്ശൂരും കാര്യമായിട്ട് ഹനഫികൾ തന്നെയായിരുന്നു. ഇപ്പൊ കേരളത്തിലുള്ള ഈ റാവുത്തർമാരും ഹനഫികളാണ്. എല്ലാവരും ഹനഫികളാണ്. അപ്പോൾ ഇവരെയാണ് ഈ തുർക്കർ എന്ന് പറയുന്നത് ശരിക്കും റാവുത്തർമാർ തന്നെയാണ്. അപ്പോൾ ഈ കാഞ്ഞങ്ങാടൊക്കെ അന്വേഷിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് അത് തുർക്കർ ഓരായിരുന്നു നടത്തിയിരുന്നത്.
തുർക്കരാണ്. അപ്പോൾ ഹനഫി മദ്ഹബുകാരായിരുന്നു അത് നടത്തിയിരുന്നത്. ഒന്നുറപ്പാണ്, ഹനഫി മദ്ഹബ് എന്ന് പറഞ്ഞാൽ അവർ ഷിയാക്കളല്ലല്ലോ. അതെ അതെ, സുന്നികളാണ്. ഹനഫി മദ്ഹബുകളാണെങ്കിൽ ശരിക്കും സുന്നികളാണ്. അതെ അതെ, നമ്മുടെ ഷാഫികളെക്കാട്ടും സുന്നികളാണെന്ന് പറയാം. അതെ അതെ. അതാണ് ഞാൻ പറഞ്ഞത്. ഹാഫിസത്തിന്റെ ഒരു അടുത്ത് വെക്കണതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിൽ അങ്ങനത്തെ ഒരു വ്യത്യാസമില്ലാത്ത ഇസ്ലാമാണ്. ഇങ്ങനെ വന്നാൽ നമ്മളിങ്ങോട്ട് കാഞ്ഞങ്ങാട് നിന്നും കൂടെ അങ്ങോട്ട് കഴിഞ്ഞിട്ട് കാസർഗോഡ് മുതൽ അങ്ങനെ അങ്ങോട്ട് മംഗലാപുരത്തേക്ക് അടുക്കുന്തോടും അലാമി പള്ളികൾ തന്നെ ധാരാളം ഉണ്ട്. അലാമി പള്ളി എന്നറിയപ്പെടുന്ന പള്ളികൾ തന്നെ ധാരാളം ഉണ്ട്. ഇങ്ങനെ ഈ സാധനം ഇതിൽ ഇങ്ങനത്തെ ഒരു സംഭവം കിടക്കുന്നുണ്ട്.